ഇപ്പോഴും ഞാനിവിടെ ഫിലിം പോളിസി മീറ്റിങ്ങിന്, സർക്കാരിൻ്റെ ഫിലിം പോളിസി മീറ്റിങ്ങിൽ പോയിട്ട് ഒരു ദിവസം മൊത്തം ഞാനിരുന്ന് നന്നായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇടതുപക്ഷ കേരളമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും 16 മണിക്കൂർ ഷൂട്ടിംഗ് ഷിഫ്റ്റുള്ള ഒരേ ഒരു സ്ഥലം ഇന്ത്യയിൽ നല്ല ലോകത്ത് തന്നെ കേരളം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ ചെയ്തൊരു സിനിമ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക, എഡിറ്റ് നടക്കുക, ആശ, ഉർവശി ചേച്ചിയും ജോർജ് ജോർജും അഭിനയിക്കുന്ന സിനിമ. അപ്പം അതിൻ്റെ ലൊക്കേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുപോലെ നമുക്കിത് പ്രൊഡക്ഷനൊക്കെ ചെറിയ സംശയം ഉണ്ടായിരുന്നു, സിങ്ക് സൗണ്ട് പറ്റുമോ. കാരണം എയർപോർട്ടിൻ്റെ അടുത്താണ് ഈ കഥ നടക്കുന്നത്, സ്ക്രിപ്റ്റ് പ്രകാരം എയർപോർട്ട് പരിസരം കാലടി ആ ഭാഗത്താണ്. ഇവർ കണ്ടിട്ടുള്ള എല്ലാ വീടുകളും മെയിനായിട്ടുള്ള 2 ലൊക്കേഷൻസ് എയർപോർട്ടിൻ്റെ, അതായത് ഫ്ലൈറ്റ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഒരു ഹാർഡ് കോർ ഇടതുപക്ഷക്കാരനാണ്, ഒരു ഹാർഡ് കോർ RSS വിരുദ്ധനാണ്. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കൊണ്ടുനടക്കുന്ന ആളുമാണ് ഞാൻ. ഞാൻ പറഞ്ഞ ഇതിനേക്കാളൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നത് ഒരു ഹിന്ദി സിനിമ, അത് അധികാരം ഇവിടെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. സോണി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. ഭയങ്കര തൊഴിലാളി വിരുദ്ധമായിട്ടുള്ളൊരു സാധനമാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിന് ഒരിക്കലും ഭൂഷണമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒറ്റ കാര്യമില്ല, അത് ഉൾപ്പെടെ. മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയയിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഒരു അതിഥിയാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു മലയാളിയായിട്ടുള്ള ഒരു പ്രതിഭയാണ്. അദ്ദേഹം ഇന്ന് ഒരുപാട് ഭാഷകളിൽ തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള അജയൻ അഡാട്ട്. സ്വാഗതം. നമസ്കാരം. ഇപ്പൊ ഹിന്ദിയിൽ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ തമിഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പല ലാംഗ്വേജിൽ. മലയാളത്തിന്റെ അത്ര തന്നെ എനിക്ക് തോന്നുന്നു മറ്റുള്ള ലാംഗ്വേജുകളൊക്കെ എടുത്താൽ മലയാളത്തിന്റെ അത്ര തന്നെ സിനിമകൾ തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദിയിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ വർക്ക് ചെയ്തിട്ടില്ല, ബാക്കി കന്നഡയും ബംഗാളിയും മറാഠിയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടത്തേക്ക് ഒരു വർക്ക് കൾച്ചറിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ, ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അനുഭവങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതയാണ്. ഓരോ ഇൻഡസ്ട്രിക്കും സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ അപ്രോച്ചുകളുടെ കാര്യത്തിൽ, ഈവൻ എസ്തെറ്റിക്സിൻ്റെ കാര്യത്തിൽ തന്നെ കോമൺ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ പറയാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വർക്ക് ചെയ്യാൻ സുഖവും പ്രൊഫഷണലും ഒക്കെ ആയിട്ടുള്ള സ്ഥലം ഡെഫിനറ്റ്ലി ബോംബെയാണ്. അവിടെ കുറച്ചും കൂടിയും ബഡ്ജറ്റും ഉണ്ട് എല്ലാ കാര്യത്തിനും പ്രാഥമികമായിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും കുറച്ചും കൂടിയും. അവിടുത്തെ ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ. ഞാനതാ ഓർത്തത്. ഇപ്പം ഈ വലിയ സിനിമകൾ സിങ്ക് സൗണ്ട് ഞാൻ ആദ്യം വർക്ക് ചെയ്ത സിങ്ക് സൗണ്ട് പടം ഔറംഗസേബ് എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ നമ്മുടെ പൃഥ്വിരാജൊക്കെ അഭിനയിച്ചിട്ട് അദ്ദേഹവും സിങ്ക് സൗണ്ട് തന്നെയാണ് പറഞ്ഞത്. ഹിന്ദി ഡയലോഗ്സ് പഠിച്ച് അതിൻ്റെ ലാംഗ്വേജ് ട്രെയിനറൊക്കെ വെച്ച്. ഋഷി കപൂർ ഉണ്ടായിരുന്നു, ജാക്കി ഷ്രാഫ് ഉണ്ടായിരുന്നു. അത് എത്രയോ വർഷം ആയി, എനിക്ക് തോന്നുന്നു 2011-12 ആ സമയത്ത്. ആക്ച്വലി അന്നേ റസൂലിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരെ പോകുന്നത് ഔറംഗസേബിന്റെ ഷൂട്ടിനാണ്. കാരണം അതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം അന്നേ റസൂലിൽ നിൽക്കാൻ പറ്റിയില്ല. മറ്റവിടുത്തെ യശ്രാജിന്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവിടെ പോകേണ്ടി. ആ സിനിമയിൽ അന്ന് വർക്ക് ചെയ്തിരുന്ന പലരും ഇന്ന് എൻ്റെ സുഹൃത്തുക്കളായി. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വർഷം മുമ്പ് വേറൊരു തമിഴ് പ്രൊജക്റ്റിൽ അതിന്റെ സംവിധായകൻ പറഞ്ഞു, ആൾക്ക് ജാക്കി ഷ്രാഫിനെ ഒന്ന് കാണണം, ക്യാരക്ടർ സംസാരിക്കണം. അപ്പോൾ ആർക്കും ജാക്കി ഷ്രാഫിനെ പരിചയമില്ല, ഒന്നുമില്ല, നമ്പറൊക്കെ ഉണ്ട്, വിളിക്കാനറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹിന്ദി അറിയാമല്ലോ, ഞാൻ വിളിച്ചു നോക്കാം, ഫോൺ എടുത്താൽ സംസാരിക്കാം. ഞാൻ വിളിച്ച്, ഞാൻ ഇങ്ങനെ ഒരു പടത്തിൽ അസിസ്റ്റന്റ് റെക്കോർഡിസ്റ്റ് ആയിട്ട് സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ എൻ്റെ അടുത്ത് ഓ അണ്ണാ കൈസാ തൂ ചോദിച്ചു. ആൾക്ക് എന്നെ ഓർമ്മയുണ്ട്, ഞാൻ ഞെട്ടിപ്പോയി. ഓർമ്മയുണ്ടായിരുന്നു മാത്രമല്ല, ആൾ ടിക്കറ്റ് അയച്ചു. പിറ്റേ ദിവസം തന്നെ വാന്ന് പറഞ്ഞു. ആൾ എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു. ഞാൻ ബോംബെ ചെന്നു. ആളുടെ ഡ്രൈവർ വന്ന് എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി. ആളുടെ ഫാം ഹൗസിൽ 2-3 ദിവസം താമസിച്ചു. ഏത് കഥയാന്ന് ചെന്നീ പറഞ്ഞു, ഞാൻ ഒപ്പിട്ടോളാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാനത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. നമ്മളിലുള്ളൊരു ട്രസ്റ്റ് ആണത്. ഒരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ആൾക്ക്. അതുപോലെ ഋഷി കപൂർ ഉണ്ടായിരുന്നു ആ പടത്തില്. ആളുടെ വേട്ടമൃഗം ഞാനായിരുന്നു ആ പടത്തില്. അതായത് ആള് കുറച്ച് ചൂടനൊക്കെ ആയിട്ടുള്ള ആളാണ്, സീനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ പിന്നെ ആൾക്ക് കുറച്ച് പ്രത്യേകത ഉണ്ട്. AC വേണം. ഞാനും ആള് തമ്മിലുള്ള മെയിൻ പ്രശ്നം എന്തായിരുന്നു, ഞാൻ AC ഓഫ് ആക്കും ടേക്കിന്റെ സമയത്ത്. ഇതിന്റെ നോയ്സ്, അതും 4-5 ആനാക്കൊണ്ട വെച്ച് ഇങ്ങനെ അടിച്ചിരിക്കുകയായിരുന്നു, ശബ്ദം വരും. അപ്പൊ നമ്മൾ ടേക്കിന്റെ സമയത്ത് ബാക്കിയുള്ള ആക്ടേഴ്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഋഷി കപൂറിന് അത് ഇഷ്ടമല്ലായിരുന്നു. ആൾ പറഞ്ഞു സിങ്ക് സൗണ്ട് ഒന്നും നടക്കില്ല, ഞാൻ ഫുൾ ഡബ് ചെയ്യും, എന്റെ ടേക്ക് AC ഓൺ ആക്കി വെച്ചോ എന്ന് പറഞ്ഞു. അന്ന് നമുക്കിത് വേറൊരു ചോരത്തളപ്പിന്റെ കൂടി സമയമായതുകൊണ്ട് ആള് ഡയലോഗ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ആളറിയാതെ പോയിട്ട് ഓഫ് ചെയ്യും. ആക്ഷൻ കേട്ടോ ഓഫ് ചെയ്യണമെന്നാണ് ഞാൻ അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആള് പിന്നെ അഭിനയിക്കുമ്പോൾ ഇതിനെ കുറിച്ച് ശ്രദ്ധിക്കില്ലല്ലോ. കട്ട് എന്ന് പറയുമ്പോഴേക്ക് ഇത് ഓണാക്കുക. അപ്പൊ ആള് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇവിടെ AC ഉണ്ട്. പക്ഷെ ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് പിടിച്ചു. ആള് ആക്ഷൻ പറഞ്ഞപ്പോഴേക്കും ആള് AC കോൺ ബന്ദ് ചെയ്യാ ചോദിക്കുന്നു. അപ്പൊ അത് എല്ലാവർക്കും അറിയാം അത് ഞാനാണെന്ന്. പക്ഷെ എങ്ങാനും ഓഫായി പോയതായിരിക്കും സാർ, ചെക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ആളല്ല, ആ AC കാരനെ ഇങ്ങോട്ട് വിളിക്കുന്നു പറഞ്ഞു. അവനെ സെറ്റിന്റെ അകത്തേക്ക് വിളിക്കുന്നു. അവൻ വന്ന് പറഞ്ഞു മറ്റേ കർണാടക വെച്ചാൽ സൗത്ത് ഇന്ത്യൻ. ഇപ്പോൾ ആളെന്നെ ചീത്ത പറഞ്ഞു. ആ ടീം വിളിച്ചു, നിന്റെ സൗണ്ട് കേൾക്കാനല്ല ഇവിടെ ആൾക്കാരിരിക്കുന്നത്, ഋഷി കപൂറിനെ കാണാനാണ് വന്നിരിക്കുന്നത്, ഞാൻ ഈ AC ഇല്ലാണ്ട് ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആളെന്നെ ഇറങ്ങിപ്പോയി. പ്രശ്നമായി. എന്നെ അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് ഞാൻ പ്രശ്നമായി. പക്ഷേ അപ്പം എല്ലാവരും വിചാരിച്ച് ഞാനെന്നാ സെറ്റിൽ നിന്ന് പോകുമായിരിക്കും, ഇത്രയും പ്രശ്നം ആളുമായിട്ടായില്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പോയില്ല, എനിക്ക് വാശി. അങ്ങനെ നോക്കണമല്ലോ. ഫുൾ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തു.
എൻ്റെ അവസാനത്തേക്ക് ഷെഡ്യൂളിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തതൊക്കെ. ഇങ്ങോരായിട്ട് കമ്പനി ആയോന്ന് ചോദിച്ചാൽ അങ്ങനെ ആൾ കമ്പനി വർത്താനൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷേ ഡെയിലി എന്നെ ഇങ്ങനെ നമ്മൾ പീരിയഡിപ്പിക്കാന്ന് പറയില്ലേ, അവിടെ എന്തിനാ മൈക്ക് വെക്കണേ, അപ്പോൾ ഇവിടെ എന്തിനാ മൈക്ക് വെച്ചല്ലോ, അപ്പോൾ അവിടെ മൈക്ക് പിടിച്ചിട്ടില്ലേ, പിന്നെ എന്തിനാ എൻ്റെ മേൽ വെക്കണേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു ആൾ. പക്ഷേ ആ പടം ഡബ് ചെയ്യാനായിട്ട് ആൾ വരികയും ചെയ്തു. യശ്രാജിൽ വന്നിരുന്നിട്ട് ആൾ ഡബ്ബൊന്നും ചെയ്തില്ല. ആൾ ഇതിനെ കേട്ട് പോയി എല്ലാം. ബഹുത് അച്ഛാ ഹൈ, ഏതോ ബഹുത് അച്ഛാ ഹൈ, ഏതോ കർണേ കി ജറൂരത് നഹീ ഹൈ. 1-2 ഡയലോഗ് മാത്രം ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം സിങ്സ് കൊണ്ട് തന്നെ ഉപയോഗിച്ച് തന്നാ പടത്തിൽ. ആന്റണി റൂബൻ എന്ന് പറഞ്ഞ സീനിയർ ആയത് റെക്കോർഡിങ്ങും ഡിസൈനിങ് ഒക്കെ ചെയ്തിരുന്നത്. ഞാൻ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നേ, ഋഷിജി മരിച്ചു, ചിണ്ടുജി എന്നാണ് വിളിക്കുക ആളെ. ഋഷിജി മരിച്ച സമയത്തൊക്കെ ഞാൻ പിന്നെ ടോട്ടലി ഇവിടെയായി, ഞാൻ ബോംബെയിൽ നിന്നും മാറി കൊച്ചിയിലായി, മലയാളത്തിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ സെറ്റിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇൻക്ലൂഡിങ് അതിൻ്റെ ഡയറക്ടർ ആദ്യം എന്നെ വിളിച്ചത്, നിന്റെ ചിണ്ടുജി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. കാരണം ആൾക്കാർക്ക് അപ്പോൾ ആ സെറ്റും ചിണ്ടുജി എന്ന് പറയുമ്പോഴും അവർക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ മുഖമാണ്, ഈ എന്നെയിട്ട് റാഗ് ചെയ്തിരുന്നതാണ്. പക്ഷെ അതൊക്കെ അങ്ങനത്തെ റാഗിങ് ഒന്നും ആയിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. അതൊക്കെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു സാധനമാണ്, അവർക്ക് മനസ്സിലാവും. ഋഷി കപൂറിന്റെ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ കൂടെ 2 പടങ്ങൾ കുട്ടനാടൻ ബ്ലോഗിൽ തുടങ്ങി. അതിനുശേഷം ഉണ്ട വളരെയധികം ഇതുപോലെ ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. ആ സിനിമയുടെ സബ്ജക്റ്റ് ആവശ്യപ്പെടുന്ന രീതിയിലല്ല പ്രേക്ഷകർ അത് പലപ്പോഴും ഉൾക്കൊണ്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഒരു പോലീസ് സ്റ്റോറിയിൽ മമ്മൂക്ക തന്നെ ഒരുപാട് ആവനാഴിയാണെങ്കിലും ഇൻസ്പെക്ടർ ബൽറാമാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ജോസഫ് അലക്സ്, ഈ റൂട്ടിൽ മമ്മൂക്ക പോലീസ് ഓഫീസർ ആവുന്നു, കരുത്തിനും ധീരനുമായിട്ടുള്ള സർവ്വവിധ ആണധികാരങ്ങളുള്ള പോലീസ് ഓഫീസറായിട്ട് വരുന്നു, ഇവിടെ ചെല്ലുന്നു, അവിടെയുള്ള ഗുണ്ടകളെയും വില്ലന്മാരെയൊക്കെ അടിച്ചൊതുക്കുന്നു. ഇങ്ങനൊരു കഥാഗതിയും ഒരു മേക്കിംഗ് പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഇതുപോലെയുള്ള സിംഗ് സൗണ്ടും പരിപാടികളൊക്കെ ആയിട്ട് വരുന്നു. യഥാർത്ഥ വില്ലന്മാർ ആരാണെന്ന് ആ സിനിമ പറയാതെ പറയുന്നുണ്ട്. അവിടുത്തെ നക്സലുകളല്ല അവിടുത്തെ വില്ലന്മാരെന്നുള്ളതും അവിടുത്തെ ബൂർഷകളെന്ന് നമ്മൾ പെട്ടെന്ന് പറയുന്ന അവിടെയുള്ള ജന്മികളായിട്ടുള്ളൊരു അവരാണ് അതിൽ റിയൽ വില്ലന്മാര്. ജാതി ഹിന്ദുക്കളും ജമീന്ദാർമാരും തന്നെയാണ് അവിടുത്തെ. പക്ഷെ ആ സിനിമ മമ്മൂക്ക അത് കമ്മിറ്റ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ഒരു ധൈര്യം, ഒരു ആർജവം നമ്മളിപ്പോഴും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു താരത്തിന് എപ്പോഴും തന്റെ പ്രേക്ഷകര് എന്താണ് തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്നുള്ള ചില പ്രതീക്ഷകളുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ആക്ടർ പലപ്പോഴും അങ്ങനെ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യാറില്ല. ആ സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് ഒരു പുതുമയുള്ള ഒരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് അത് അജയനെ സംബന്ധിച്ച് കുട്ടനാടൻ ബ്ലോഗ് എന്നുള്ളൊരു സിനിമയിൽ നിന്ന് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിങ്ങും സ്റ്റൈലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ ഒരുപാട് മറ്റ് സിനിമയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രാധാന്യമുള്ളത് കൊണ്ടും മമ്മൂക്കയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഒപ്പം ഖാലിദ് റഹ്മാൻ എന്നുള്ളൊരു ഡയറക്ടർ എന്നുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? റഹ്മാൻ എൻ്റെ സുഹൃത്താണ്. അതിനു മുമ്പ് കുട്ടനാടൻ ബ്ലോഗ് ചെയ്യാൻ ചെന്നു. മമ്മൂക്ക അന്ന് ഭയങ്കര ക്യൂരിയസാണ്. മമ്മൂക്ക സിംഗ് സൗണ്ടിന്റെ ടെക്നിക്കാലിറ്റി ഒക്കെ. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസം വേറൊരു കോമഡിയാണ് ഉണ്ടായത്. ഞാനവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുമ്പോൾ സെറ്റിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു, മമ്മൂക്ക വരാറായി, സൺഗ്ലാസ് ഊരിക്കോ. എന്തിനത്? ഞാനാണെങ്കിൽ അത്യാവശ്യം രാഷ്ട്രീയം പറയുകയും ചെയ്യുന്ന ആളാണ് അപ്പോഴും ഇപ്പോഴൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ മമ്മൂക്കയുടെ സെറ്റിൽ അങ്ങനെ ആരും സൺഗ്ലാസ് ഒന്നും വെച്ച് നിൽക്കാറില്ല. അപ്പൊ ആളുകൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണ് ആളെ കുറിച്ച്. അല്ലെങ്കിൽ മമ്മൂക്ക നിങ്ങൾ അങ്ങനെ നിൽക്കണോണ്ട് മമ്മൂക്കയ്ക്ക് ഇത് നോക്കലല്ലോ പണി. സെറ്റിൽ എത്ര ആൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് വെയിൽ കൊണ്ടിട്ട് കണ്ടു തുറക്കാൻ പറ്റാത്ത കാരണമാണ്. അല്ലാണ്ട് വേറെ ജാടയ്ക്ക് വേണ്ടി നമ്മൾ വേണ്ടി വെക്കേണ്ട ഒരു സാധനമാണ് കൂളിംഗ് ഗ്ലാസ് എന്നുള്ള സങ്കല്പമാണല്ലോ. ഇപ്പൊ കണ്ണ് കാണാൻ വേണ്ടിയിട്ടും എന്റെ ആണെങ്കിൽ പവർ ഗ്ലാസും കൂടിയാണ്. ഞാനത് വർക്കിന് വേണ്ടി മാത്രം ഉണ്ടാക്കിച്ചിട്ടുള്ള. കാരണം വെയിലത്ത് നമുക്ക് സ്ക്രീൻ കാണണം, ഈ ചെറിയ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ലെവലും മോണിറ്ററും ഒക്കെ കാണണം. അപ്പൊ ആ സൺഗ്ലാസും UV ഇതൊക്കെ ഉണ്ടെങ്കിലേ കാണാമല്ലോ. ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു അത്രയും അല്പത്തരം കാണിക്കാൻ സാധ്യതയുള്ള ഒരാളല്ലല്ലോ ഇത്രയും വലിയൊരു മനുഷ്യൻ. ഞാൻ അങ്ങനെ നിന്നു. നമുക്ക് വന്നു, കാരവാനിൽ കയറി പോന്നു. 2 മിനിറ്റ് കഴിയുമ്പോൾ ജോർജ് ഏട്ടൻ വന്ന് ആ സൗണ്ട് റെക്കോർഡിഷനെ വിളിക്കുന്നുണ്ട് എന്ന്. എല്ലാവരും എൻ്റെ അടുത്ത് നോക്കിയിട്ട് കണ്ണാടി വെച്ച് നിൽക്കായിരുന്നില്ലേ. ഞാൻ കണ്ണാട വെച്ചിട്ട് തന്നെ കാരവാനിൽ പോയത്. നമുക്ക് പറയുകയാണെങ്കിൽ മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനു മുമ്പ് കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടായിരുന്നു. നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് സംസാരിക്കും. മമ്മൂക്ക വിളിച്ചത് സൗണ്ടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഏത് മൈക്കാണ് നിങ്ങൾ യൂസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു മമ്മൂക്ക മൈക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ അടുത്ത് ലിസ്റ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയ മമ്മൂക്കയ്ക്ക് വീട്ടിൽ തന്നെ റെക്കോർഡിംഗ് സെറ്റപ്പ് ഒക്കെ അപ്ഡേറ്റഡ് ആണ്. ഭയങ്കര താല്പര്യമുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇത് ഈ ടെക്നിക്കലി അല്ലാതെ സംസാരം ഉണ്ടെങ്കിലും നമുക്ക് തോന്നിട്ടുള്ള ഈ മൈക്കാണെങ്കിൽ നല്ലതാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഈ നിന്റെ ഇലക്ട്രോസോണിക്സിനെക്കാളും നല്ലതാണോ എന്നൊക്കെ ചോദിക്കും. അതായിരുന്നു ബന്ധം എന്ന് പറഞ്ഞത്. അപ്പൊ കുട്ടനാടൻ ബ്ലോഗ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അങ്ങനത്തെ ഒരു ഭയങ്കര സിംഗ് സൗണ്ട് ഡിമാൻഡ് ചെയ്യുന്ന പടമാണെന്ന് വെച്ചാൽ അങ്ങനത്തെ അല്ല. പക്ഷെ എന്നാലും അത് കുട്ടനാട്ടിൽ നടക്കുന്ന പടം കിട്ടിയ നല്ലതാ. ബാക്ക് കൂടെ ബോട്ട് പോകുന്നുണ്ട്, താറാവുണ്ട്, കുറെ ആളുകളുണ്ട്, കുറെ ക്രൗഡ് ഉണ്ട്. അപ്പൊ അതൊരു വേറൊരു തരത്തിലൊരു ചലഞ്ചാണ് അത്. അങ്ങനത്തെ ഒരു സിനിമ, ഒരു കൊമേഴ്ഷ്യൽ മറ്റേ ടൈപ്പ് സേതുവേട്ടൻ്റെ ഒരു പടം നടന്നു, സിംഗ് സൗണ്ട് നടന്നു.
അപ്പൊ അതുകൊണ്ടാണ് മമ്മൂക്ക ഉണ്ടേല് സിംഗ് സൗണ്ട് വേണമെന്ന് തീരുമാനിച്ചു തോന്നുന്നു. അതിന് മുമ്പ് മമ്മൂക്ക ചെയ്തിട്ടുണ്ട് സിംഗ് സൗണ്ട്. അപ്പൊ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആയപ്പോഴേക്കും ആള് കൊള്ളാം, പുതിയ പരിപാടി കുറേ കൂടെ സെറ്റാണെന്നുള്ള ആൾക്ക് മനസ്സിലായി. സത്യം പറഞ്ഞത് വിവരമുള്ള ആക്ടേഴ്സിന് മനസ്സിലാവും. അവരുടെ പെർഫോമൻസിനെ അതിഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ബെറ്റർ ആക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് സിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. കാരണം പല പെർഫോമൻസുകളും ഇതായി പോകുന്നത് ഡബ്ബിങ്ങിലാണ്. ഇത് ഡബ്ബിങ് ഒരു മോശം കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതൊരു വലിയ ഏരിയയാണ്. അത് ഭയങ്കര നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇപ്പം മമ്മൂക്കയും സിദ്ദിഖ് സാറൊക്കെ അതിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ ഭയങ്കര ഡബ്ബിങ് പുലികളാണെന്നുള്ളത്. നമ്മുടെ ജോജു ഏട്ടനൊക്കെ ഭയങ്കര ഡബ്ബിങ് പുലികളാണ് എന്ന് പറഞ്ഞാൽ. പൃഥ്വിരാജ് മെഷീൻ പോലെ ഡബ്ബിങ്. ഞാനിപ്പോൾ വിലായത്ത് ബുദ്ധി കാണുമ്പോൾ നമുക്ക് അറിയില്ല എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഭയങ്കര മെമ്മറി ഉണ്ട് ഇവർക്ക് ലൊക്കേഷനിൽ പറഞ്ഞത്. പിന്നെ ഇത്രയും വർഷമായിട്ട് ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ തവണ കേൾക്കുള്ളൂ, ഫുൾ സീൻ ഒറ്റ തവണ കേട്ടിട്ട് ഫുൾ ലിപ്പിലിരുന്ന് ഇമോഷനും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഡബ് ചെയ്യുന്ന അതല്ല, അതവിടെ ഉണ്ട് ടെക്നിക്കലി. പക്ഷെ മമ്മൂക്കയെ പോലത്തേക്ക് ഒരു ഹൈലി ഓർഗാനിക് ആയിട്ടുള്ള ഒരു ആക്ടറെ സംബന്ധിച്ച് ലൊക്കേഷനിൽ തന്നെ പെർഫെക്റ്റ്ലി ഫൈൻ ആയിട്ടുള്ള സാധനം ഫസ്റ്റ് ടേക്കിൽ വരുന്നത്. ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇപ്പം മമ്മൂക്ക ഒരു വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് റീടേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടാമത്തേൽ ചെറിയ സാധനമൊക്കെ മാറ്റിയിട്ട് നമ്മൾ നോക്കും, ഇതായിരുന്നു നല്ലത് എന്ന് വെച്ചിട്ട് മാറ്റിയത് ചെറിയൊരു മൈന്യൂട്ട് സാധനം സൗണ്ടിൽ എനിക്ക് മാത്രം മനസ്സിലാവുന്നതായിരിക്കും. ആദ്യത്തേലും ഒരു ചിരിയാണെങ്കിൽ ഇപ്പുറത്തേലും ഒരു മൂളലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള മമ്മൂക്ക അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നോട് മമ്മൂക്ക പറഞ്ഞത് തൊണ്ടിമുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ സിനിമ 2 തവണ കണ്ടു. അപ്പൊ സാധാരണ ഒരു തവണ ഞാൻ കാണാറുള്ളൂ. രണ്ടാമത്തെ തവണ കൂടി കണ്ടിട്ട് ബോറടിക്കാതിരിക്കുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സൗണ്ടിന് എന്തോ പ്രത്യേകത, ഇതിന്റെ ഡബ്ബിങ്ങിന് എന്തോ, അപ്പോഴാണ് അത് സിംഗ് സൗണ്ട് ആണെന്ന് മനസ്സിലായത്. അപ്പൊ അത് ചെയ്തത് JDയും അനിലേട്ടനും. അതിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 10-20 ദിവസം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ JD ആയിരുന്നു കുട്ടനാടൻ ബ്ലോഗിന്റെയും സൗണ്ട് ഡിസൈൻ. ഞാൻ റെക്കോർഡ് ചെയ്തു, JDയും കൂടിയിട്ട് റെക്കോർഡ് ചെയ്തു. പകുതി ഞാൻ റെക്കോർഡ് ചെയ്തു. അങ്ങനെ അപ്പൊ പിന്നെ ഉണ്ടയിലേക്ക് എന്നെ വിളിച്ചു മാം. പക്ഷെ മുണ്ടയിലേക്ക് നമുക്ക് വിളിച്ച സമയത്ത് ഞാൻ ബോംബെയിൽ പെട്ടിരിക്കുക, വേറെ എന്തൊക്കെയോ പണികൾ ഇതൊക്കെ ആയിട്ട്. മാത്രമല്ല ഇവർ ആക്ച്വലി പ്രൊഡക്ഷൻ സിംഗ് സൗണ്ട് വേണ്ടെന്നുള്ളൊരു തീരുമാനം എടുത്തു. അതിന് മുമ്പ് മമ്മൂക്കയോട് ചോദിക്കാതെയാണ്. അപ്പൊ ഞാൻ അറിഞ്ഞു. പിന്നെ ഇവർ ഷൂട്ട് തുടങ്ങി, പക്ഷെ നമ്മളെ വിളിച്ചില്ല. വിചാരിച്ചെന്നാനിപ്പോൾ സൗണ്ട് ഉണ്ടാവില്ലായിരിക്കും. അവര് പലപ്പോഴും ആ സമയത്ത് അങ്ങനെയാ, പലരും ചെയ്യാമെന്നൊരു പയ്യപ്പനും കുറിച്ച് അങ്ങനെയായിരുന്നു ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ നടക്കില്ല ചില സമയത്ത്. അവിടെ എത്തുമ്പോൾ പ്രൊഡക്ഷൻകാർ ഇങ്ങനെ പേടിപ്പിച്ചോണ്ടിരിക്കുമല്ലോ. പിന്നെ മമ്മൂക്ക അഭിനയിക്കാൻ വരുന്നു, അവിടെ സിംഗ് സൗണ്ട് അല്ലാന്ന് ആൾക്ക് മനസ്സിലായി. ആള് പറഞ്ഞു അഭിനയിക്കില്ല, നടക്കുകയൊക്കെ ചെയ്യാം, ഡയലോഗ് പറയില്ല. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബാദുക്കയുടെ കോള് വരുന്നു. അപ്പൊ ഞാൻ ചെറിയ ദേഷ്യത്തിലായി. ഇവര് ഷൂട്ട് തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ, ലാസ്റ്റ് മിനിറ്റ് ഒഴിവാക്കിയതാണ്. ബാദുക്ക വിളിച്ചിട്ട് ഞാൻ ബാദുക്കോടൊപ്പം പറഞ്ഞു, എന്ത് പരിപാടിയാണിത് ബാദുക്ക, നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മമ്മൂക്ക എന്നെ വിളിച്ചു. എടാ ഞാനിവിടെ വന്നിട്ടുണ്ട്, ഡയലോഗൊക്കെ പറയണമെങ്കിൽ നീ ബോംബെ നിന്ന് വല്ല മയക്ക കൊണ്ടുവന്ന് വെക്കണം, അഭിനയിക്കാം, ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട്. അല്ല, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും പോലെയുള്ള സിനിമകള് ഒരു താരത്തെ സംബന്ധിച്ച്, ഒരു ആക്ടറെ സംബന്ധിച്ചാണെങ്കിലും ആൾ അഭിനയിക്കാത്ത സിനിമകൾ കാണുക, ഈ ചുറ്റുമുള്ള ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അറിയാവുന്ന, അത് അപ്ഡേറ്റ് ചെയ്തിട്ട് അത് ഒരാളുടെ ചില സ്വകാര്യമായിട്ടുള്ള ചില സ്വാർത്ഥമായിട്ടാണെങ്കിലുള്ള വാശികളാണ്. അത് എനിക്കും വേണം. അവിടെ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യം എന്റെ സിനിമയിലും വേണം എന്നുള്ളൊരു നിർബന്ധമാണ് അജയനെ വിളിക്കുന്നത്. ഉറപ്പായിട്ടും, അതിലൊരു സംശയമില്ല. അത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ശേഷിയാണ് സത്യത്തിൽ ഒരു ആക്ടർക്ക് വേണ്ടത്. ഞാനിപ്പോ ഒരു ഷോർട്ട് ഫിലിം ഫിനിഷ് ചെയ്തിട്ട് വരണേ. നമ്മുടെ മഞ്ജു വാര്യരൊക്കെ രഞ്ജിത്ത് പ്രൊഡക്ഷൻ തന്നെ, മമ്മൂക്കയാണ് പ്രൊഡ്യൂസ് ചെയ്ത്. ഞാൻ മമ്മൂക്ക കണ്ടു. അപ്പൊ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കണ്ടതാണ് മമ്മൂക്കനെ. സന്തോഷമാണ്. ആളാണ് പറഞ്ഞത്. രഞ്ജേട്ടൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് സിംഗ് സൗണ്ട് വേണമെന്നും ഞാൻ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രഞ്ജേട്ടന്റെ മകൻ എൻ്റെ അടുത്ത സുഹൃത്താണ് അഗ്നിവേഷ് കുഞ്ചു. അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ അച്ഛനങ്ങനെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, വിളിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രഞ്ജേട്ടൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, മമ്മൂക്ക വിളിച്ചിട്ട് ചോദിച്ചു, അപ്പൊ രഞ്ജിയേട്ട ഇതുവരെ സിംഗ് സൗണ്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഷോർട്ട് ഫിലിം അല്ലേ. അപ്പൊ മമ്മൂക്കയാണ് പറഞ്ഞത്, എന്ത് രഞ്ജി ഇതിലെങ്കിലും സിംഗ് സൗണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. രഞ്ജിയേട്ടൻ പറഞ്ഞു, അടാട്ടിനെ വിളിച്ചിട്ടുണ്ട്, അവൻ സാധനമൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ എത്തി നമ്മളത് ചെയ്തു. അപ്പൊ അതിന്റെ സ്ക്രീനിങ്ങിന് മമ്മൂക്ക വന്നു. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൗണ്ടും ഡിസൈനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അല്ല, സിനിമ ഇത് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇപ്പോഴും. ഇതിന്റെ എസ്തെറ്റിക്സ് ശരിക്കും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കലി പല അപ്ഡേഷൻസ് നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ അതിന്റെ എസ്തെറ്റിക്സിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മമ്മൂക്കയ്ക്കും അറിയാം, ഇപ്പം ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, സിംഗ് സൗണ്ട് ഒരു പുതിയ കാര്യമോ ഇപ്പം അങ്ങോട്ട് പൊട്ടിമുളച്ചതൊന്നും അല്ല. സിനിമയിൽ ശബ്ദം വന്ന കാലത്ത് ഈ സിംഗ് സൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡബ്ബിംഗ് ആണെന്ന് പറ്റാതിരുന്നത്. അന്ന് ഇതെല്ലാം ലൈവായിട്ടല്ലേ ക്യാപ്ചർ ചെയ്തിട്ട് നേരെ ഫിലിമിലേക്ക് റെക്കോർഡ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് ആയിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ വന്ന് മാരീഡ് പ്രിന്റ് ആയി, അങ്ങനെ വന്നു. ഇപ്പൊ ഡിജിറ്റലായി കാര്യങ്ങൾ. അപ്പൊ ഫിലിം പോകുന്നതിന് മുമ്പ് സൗണ്ടാണ് ആദ്യം ഡിജിറ്റലായത്. സിനിമയിൽ എല്ലാ കാലത്തും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടൊരു സ്റ്റെപ്പ് മുമ്പിൽ സൗണ്ട് ഉണ്ട്, സൗണ്ടുകാരുണ്ട്, ഡോൾബി ഉണ്ട്, DTS ഉണ്ട്, സോണി ഉണ്ട്, ഇങ്ങനെ പല സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷെ സിംഗ് സൗണ്ട് ഇവിടെ കൂടുതലും അന്യഭാഷ നായികമാരും അന്യഭാഷ ആളുകളൊക്കെ വന്ന് അഭിനയിച്ചേർന്നുകൊണ്ടും അങ്ങനെ ഇതിന് ഭയങ്കര ചെലവാകുന്നു. പിന്നെ നാട് മൊത്തം കൊട്ടി അടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ എന്തൊക്കെയോ പല തെറ്റിദ്ധാരണകളും ഇപ്പോഴും അത് വെച്ച് പുലർത്തുന്ന പല ആൾക്കാരുണ്ട്. പ്രൊഡക്ഷൻ സൈഡിലും ഈവൻ ഡയറക്ഷൻ സൈഡിൽ പോലും. ഇപ്പൊ നേരത്തെ ജെയിംസ് ചേട്ടൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള
ഡയറക്ടേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നുള്ളത്. ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. കാരണം ആ ഈസ്തറ്റിക്സ് ഇല്ലാത്ത ഒരാൾ നമ്മളെ ഒന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അയാൾക്കും മനസ്സിലാവില്ല ഇത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, കഴിഞ്ഞ സിനിമയിൽ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ കൂടെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അയാൾ ഇപ്പം ഞാൻ പറഞ്ഞത് ജയൻ നമ്പ്യാർ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിൽ ആകെ എനിക്ക് തോന്നുന്നു പണി മാത്രമേ ചിലപ്പോൾ സിംഗ് സൗണ്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ ജയൻ. പക്ഷെ ജയൻ അതിന്റെ ഫുൾ പ്രോസസ്സ് കണ്ടു, ഷൂട്ടിൽ നിന്ന് അതിന്റെ എഡിറ്റ് ഇതിൽ വന്നപ്പോൾ അതിലുള്ള വ്യത്യാസം കണ്ടു. അപ്പം അത് പക്ഷെ വിലായത്ത് ബുദ്ധ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് ഞങ്ങളത് സിംഗ് സൗണ്ട് അല്ല ചെയ്തിട്ടുള്ളത്, ഡബ്ബാണ് വിലായത്ത് ബുദ്ധ. പക്ഷെ ജയൻ ഇപ്പോഴും പറയുന്നത് അടുത്തോടെ എന്തായാലും സിംഗ് ചെയ്യണം എന്നുള്ളതാണ്. വിലായത്ത് ബുദ്ധയില് അജയൻ അപ്പോൾ അതിന്റെ സൗണ്ട് ഡിസൈനറാണ്. ഞാനും പയസ്മോൻ സണ്ണി എന്ന് പറഞ്ഞ എൻ്റെ ദീർഘകാല അസിസ്റ്റന്റ് ആണ് പയസ്. അപ്പൊ ഞാൻ മറയൂരായിരുന്നു, കഴിഞ്ഞൊരു 10 ദിവസം പോയി മറയൂർ കുറെ റെക്കോർഡൊക്കെ ചെയ്തിട്ട് വന്നു. തമിഴിലെ ഒരുപാട് സിനിമകൾ ചെയ്തു. പാരഞ്ജിത്ത് എന്ന് പറഞ്ഞ തമിഴ് ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുള്ള അതിന്റെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ സംവിധായകൻ. അതോടൊപ്പം തന്നെ വിക്രമിനെ പോലെയുള്ള ഇൻഡസ്ട്രിയിലെ ഒരു സ്റ്റാർഡം ഉള്ള ഒരു ആക്ടർ, ഇവരുടെയൊക്കെ കൂടിയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു തങ്കലാനിൽ. അവിടെയുള്ള ഒരു വർക്ക് കൾച്ചർ തീർച്ചയായിട്ടും ഇതുപോലെ ഓരോ ഇൻഡസ്ട്രിയും ഓരോ ഡിമാൻഡ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മുടെ കരിയറിനെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. അത് ഇത്രയും കുറഞ്ഞ, എനിക്ക് തോന്നുന്നു 2013 അന്നി റസൂലിലൂടെ അല്ലെങ്കിൽ അതിന് മുന്നേ നേരത്തെ പറഞ്ഞ അകം എന്ന സിനിമയിലൂടെ വരുന്നു. ഇത് 2025, ഒരു 12 വർഷമാകുന്നുള്ളൂ. ഈ 12 വർഷം കൊണ്ട് ഒരു 7 ലാംഗ്വേജിൽ അല്ലെങ്കിൽ 8 ലാംഗ്വേജിലൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. അപ്പോൾ ഈ തമിഴ് ഇൻഡസ്ട്രിയുടെ ഒരു വർക്ക് കൾച്ചറും കാര്യങ്ങളൊക്കെ ഈ സിനിമകളിൽ ഡിഫറെന്റ് ആണ്. ഞാൻ ആദ്യം ചെയ്ത തമിഴ് സിനിമ കടൈസി വ്യവസായി എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. അതാണ് എന്നെ തമിഴിലേക്ക് എൻട്രി ചെയ്തത്. എം മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, ആൾ ക്യാമറമാനാണ്, ഡയറക്ടറാണ്, ആൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ആൾ തന്നെ എഴുതി ആൾ തന്നെ ക്യാമറ ചെയ്ത സിനിമയായിരുന്നു കടൈസി വ്യവസായി. ആൾ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാക്കമുട്ടായിയൊക്കെ ഇപ്പോൾ സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മണി സാർ കാക്കമുട്ടായി ചെയ്യുന്ന സമയത്ത് ആൾക്ക് സിംഗ് സൗണ്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. കടൈസി വ്യവസായയുടെ സമയത്ത് ആൾ തന്നെ ശരിക്കും ആൾ എന്നെയല്ല വിളിച്ചത്, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ സീനിയർ ആയിരുന്നു വിളിച്ചത്. രാധേട്ടൻ ആ ഒരു സമയത്ത് ഒരു അസൗകര്യം കാരണം പോകാൻ പറ്റായിരുന്നുകൊണ്ട് ആക്സിഡന്റിൽ ഞാൻ പോയിരുന്നു. പിന്നെ അത് റെസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പോലെയാണ്. മണി സാർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇപ്പോഴും ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലായി. ആ സിനിമയിൽ നമ്മൾ അത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള സിനിമയായിരുന്നില്ല. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു. വിജയ് സേതുപതി ഒഴികെ, യോഗി ബാബു ഒഴികെ ബാക്കി എല്ലാവരും ആദ്യമായിട്ട് ചെയ്യുന്നവരും നാട്ടിലെ വില്ലേജേഴ്സും, ഒരിക്കലും സിനിമയൊന്നും ശരിക്കും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അവര് അഭിനയിക്കുന്നൊന്നും അവരറിയാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതിങ്ങനെ സൈലൻസും മറ്റൊക്കെ അടിച്ച് അങ്ങനെയല്ല, അത് വേറൊരു പരിപാടി കൂടെ അതിങ്ങനെ പിടിച്ചിങ്ങനെ പോകണം അതിൻ്റെ കൂടെ നിന്ന് എന്നുള്ളതാണ്. അതൊരു 120 ദിവസത്തിൻ്റെ മുകളിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിയേറ്ററിൽ വന്നതിന് ശേഷം ആണ് തമിഴിൽ അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നത്. കാരണം തമിഴിൽ അങ്ങനെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന പടങ്ങളൊന്നും സിംഗ് സൗണ്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല അവർ. അങ്ങനത്തെ ഒരു കൾച്ചർ അവിടെ ഇല്ല. കന്നഡയിലും തെലുങ്കിലും തീരില്ല. തമിഴിൽ പിന്നെയും കുറച്ച് എക്സ്പെരിമെന്റൽ സിനിമകളോ മറ്റേ ഫെസ്റ്റിവലിലൊക്കെ പോകുന്ന ടൈപ്പ് സിനിമകളോ ഒക്കെ സിംഗ് സൗണ്ട് വന്നിട്ടുണ്ട് ആ സമയത്തും. പക്ഷെ ഒരു വലിയ പടം എന്ന് പറയുന്നത് സിംഗ് സൗണ്ടിനെ കുറിച്ചിട്ട് അവിടെ ആർക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ മണിസാറിന്റെ സംഭവം വന്നപ്പോൾ അപ്പോഴും പക്ഷെ ആൾക്കാർക്ക് സംശയം, കടൈസി വ്യവസായി ഒരു സ്ലോ പേസ് പടമാണ്, എൻ്റെ അകത്ത് ഒരു അപ്പാപ്പനും ഒരു കാളയും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ ഒരു മൈക്കൊക്കെ വെച്ച് കൊടുത്ത് ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ള ലൈനിൽ ഇപ്പോഴാണ് എനിക്ക് നക്ഷത്രം നഗരകൃത് എന്ന് പറഞ്ഞ പടം ചെയ്യാനായിട്ട് രഞ്ജിത്ത് വിളിക്കും. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ് രഞ്ജിത്ത് അണ്ണൻ്റെ രാഷ്ട്രീയമായാലും അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ള സിനിമകളുടെ ഐഡന്റിറ്റി തന്നെ വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ ക്യാമറമാൻ എൻ്റെ സീനിയർ ആയിരുന്നു തമിഴിൽ, മുരളിജി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സീനിയർ ആയിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയുള്ള ആളാണ്. ഞാൻ ചെന്നൈയിലേക്ക് പോയാൽ മുരളിയാണെൻ്റെ വീട്ടിലാണ് താമസിക്കാറുള്ളത്. പക്ഷെ ഞാൻ ചെയ്യുന്ന പടം മുരളിയാണെന്നല്ല ക്യാമറ ചെയ്തത്. മുരളിയാണെൻ്റെ അസിസ്റ്റന്റ് ആയിരുന്ന കിഷോറാണ്. കിഷോർ ഇപ്പോൾ അവിടെ വലിയ ക്യാമറമാനാണ് തമിഴ്. ഈ നക്ഷത്ര നഗരകൃത് ചെയ്യാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ കേരളത്തിലായാലും വരുമ്പോൾ ഇപ്പോൾ യൂണിറ്റിലും ബാക്കി ആളുകൾക്കും പരിചയമൊന്നും ഉണ്ടാവില്ല സിംഗ് സൗണ്ട്, നമ്മളായിട്ട് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കണം. കേരളത്തിലൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. നമ്മളെ കണ്ടാൽ തന്നെ യൂണിറ്റുകാരെ ജനറേറ്റർ മാറ്റിയിട്ടോടാ എന്ന് പറയും. തമിഴില് പക്ഷെ എന്താ വെച്ചാൽ അവിടെ ഒരു സൈലൻസ് നമുക്ക് കിട്ടില്ല. അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല അഭിനയിക്കുന്നവർ. കാരണം അവരുടെ ശീലം എന്ന് പറയുന്നത് എന്ത് ബഹളം അവിടെ നടന്നാലും സൈഡിൽ കൂടെ നമ്മുടെ പരിപാടി ചെയ്ത് പോകാന്നുള്ളതാണ്. കുറെ കൂടെ ഹ്യൂജ് സെറ്റപ്പാണ് നമ്മുടെ ഇവിടത്തെക്കാളും. ആളുകൾ കൂടുതലായിരിക്കും, ക്രൂ മെമ്പേഴ്സ് കൂടുതലായിരിക്കും. പിന്നെ ലാംഗ്വേജ് ഒരു വലിയ കാര്യമാണ്. തമിഴിൽ എല്ലാവരും തമിഴ് മാത്രമേ പറയുള്ളൂ. അവർ നമ്മളോടും തമിഴ് പറയുള്ളൂ. ഞാൻ അങ്ങനെ തമിഴ് പഠിക്കുക, എനിക്ക് തമിഴ് അറിയണ്ടായിരുന്നില്ല. കേട്ടാൽ മനസ്സിലാവുന്നില്ലാണ്. ഞാൻ പിന്നെ അവിടെ പോയി പിന്നെ അങ്ങനെ പറഞ്ഞു തമിഴൊക്കെ കുറച്ച് പഠിച്ചു സിനിമ ചെയ്തിട്ട്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിരുന്നു. കാരണം അത് തിയേറ്ററായിരുന്നു. തിയേറ്റർ വർക്ക്ഷോപ്പാണ് സിനിമ. നാടകം വർക്ക്ഷോപ്പ് ആകുമ്പോൾ ഒറ്റ ഷോട്ടിൽ തന്നെ ചിലപ്പോൾ 20 പേരും ഡയലോഗ് പറയും. ഒരാൾ വന്ന് പറഞ്ഞു പോയി, മറ്റാൾ വന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നമ്പർ ഓഫ് മൈക്ക് നമ്മുടെ ഇല്ല, അത്രയും ചാനലിൽ റെക്കോർഡും ഇല്ല. അപ്പോൾ സാധാരണ ഒരു സിനിമയിൽ അറ്റ് എ ടൈം 5-6 പേർക്ക് മാക്സിമം ഡയലോഗ് ഉണ്ടാവുള്ളൂ ഒരു സീനിൽ. നക്ഷത്രം നഗരകൃതത്തിൽ അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് നാടകത്തിൻ്റെയും കൂടി ഒരു എക്സ്പീരിയൻസ് മിക്സ് ചെയ്തിട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് മൈക്കുമായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞിങ്ങനെ തിരിഞ്ഞ് കട്ടൻ്റെ ബാക്കിലേക്ക് അങ്ങനെ പോയി അപ്പോഴേക്കും അവരുടെ ടോപ്പ് അവിടെ തന്നെ കുത്തി വെച്ചിട്ട് അതിൻ്റെ ട്രാൻസ്മിറ്റർ മാത്രം ഊരി വേറെ ആൾക്ക് കൊടുത്തു. അപ്പോഴേക്കും ഞാൻ ഈ ഫേഡർ കട്ട് ചെയ്ത് അടുത്ത ആർട്ടിസ്റ്റ് വരുമ്പോൾ അത് പോക്കി
അങ്ങനെ ഒരേ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കി ഇതൊക്കെ ആക്കി, പിന്നെ ബൗണ്ടറി മൈക്സ് ഒക്കെ വെച്ച് ഹയർ ചെയ്ത് സ്റ്റേജ് മൈക്കിംഗ് ഒക്കെ ചെയ്ത് പിന്നെ അതിന്റെ ഫൈനൽ പെർഫോമൻസ് ഓപ്പൺ എയർ പോണ്ടിച്ചേരി ബീച്ചിൽ പറഞ്ഞ ഭയങ്കര കാറ്റും നോയ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ വേറൊരു രീതിയിൽ മൈക്ക് ചെയ്ത് പിടിച്ചു, അത് നടന്നു. അപ്പൊ അത് നടന്ന് അതിന്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ആള് തങ്കളാൻ പോലത്തെ ഒരു പടം അങ്ങനെ ചെയ്യാനാണ്. വളരെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി, പീരീഡ് സിനിമയുടെ വിക്രം സാർ എന്ന് പറഞ്ഞ ആള് ഡബിങ്ങിന് വേണ്ടി ഭയങ്കര ഫേമസ് ആണ്. ആള് ഡബിങ് മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുടെ ഡബിങ് തന്നെ ഭയങ്കര ഫേമസ് ആണ്. അങ്ങോരെ കൊണ്ട് സിംഗ് സൗണ്ട് ചെയ്യിപ്പിക്കുന്നു. എന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ തങ്കളാന്റെ സെറ്റില് ടെസ്റ്റ് ഷൂട്ടിന് ഞാൻ ചെന്നൈ ഫിലിം സിറ്റിയിൽ എത്തിയിട്ട് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് കോസ്റ്റ്യൂംസ് ആയിരുന്നു എന്റെ പ്രോബ്ലം. ആർക്കും തുണിയും വരയ്ക്കുമേലെ തുണിയില്ല. സ്ത്രീ കഥാപാത്രങ്ങളാണെങ്കിൽ തന്നെ പ്രത്യേക തരം. ഇപ്പൊ നമ്മുടെ ലേപ്പൽ മൈക്ക്, നമ്മുടെ ബൂം മൈക്ക് ഉണ്ട്. പക്ഷെ ലേപ്പൽ ഇത്രയും ആളുകൾ പല സ്ഥലത്തുനിന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ ക്ലാരിറ്റി ഒക്കെ പലയിടത്തും പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ലേപ്പല് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാത്തതാണ്. അപ്പൊ ബൂം മൈക്ക് ഡെഫിനറ്റ്ലി നല്ല ക്ലിയർ ആയിട്ട് വേറൊരു സാധനം ഉണ്ടാവും. പക്ഷെ ലേപ്പലിനാണ് കുറച്ചുകൂടി പ്രസൻസ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ബൂം മൈക്ക് ഇപ്പോൾ ഒരു വൈറ്റ് ഷോട്ട് ആണെങ്കിൽ നമുക്ക് ഫ്രെയിമിൽ കൊണ്ട് ഇടാൻ പറ്റില്ല, അത് കുറച്ച് ദൂരത്തായിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ലേപ്പലും ബൂമും കൂടിയിട്ടുള്ള മിക്സ് ആണ് ഓൾവേസ് നമ്മൾ സൗണ്ട് ഡയലോഗ് ട്രാക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ലേപ്പൽ ട്രാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോസോണിക്സിന്റെയും DPAയുടെയും ഒക്കെ കോമ്പിനേഷൻസ് സാൻകന്റെ ഒക്കെയാണ്. അപ്പൊ അത് എങ്ങനെ പോയാലും അത് സേഫാ. അത് നമുക്കൊരു സേഫ്റ്റി ട്രാക്ക് ആയിട്ട് അവിടെ എന്തായാലും ഉണ്ട്. ബൂമാണ് നമുക്ക് ചിലപ്പോൾ കുറച്ച് നോയ്സ് ഒക്കെ കയറാൻ സാധ്യതയുള്ളത്. അതും പലതരം ബൂം മൈക്കുകളുണ്ട്, അതിന്റെ ചോയ്സും കോമ്പിനേഷനൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതില് എല്ലാം സിംഗിൾ ഷോട്ടുകൾ പോലെയായിരുന്നു കൂടുതൽ. ചിലപ്പോൾ 1.5 കിലോമീറ്റർ ഉണ്ടാവും ഷോട്ടിന്റെ ലെങ്ത്. അവിടുന്ന് തുടങ്ങി ഈ നദിയും കഴിഞ്ഞ് അപ്പുറത്താണ് ഷോട്ട് അവസാനിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സൗണ്ടിന്റെ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇതിന്റെ പുറകെ ഞാൻ ഓടണം, ശബ്ദമില്ലാതെ ഓടണം, ഈ ഇതിനൊക്കെ റേഞ്ച് കട്ടാവാതെ കിട്ടണം. പിന്നെ ഇതിനൊക്കെ ബൂം ഓപ്പറേറ്റർ വെള്ളത്തിൽ നിന്നും കരയിലേക്കൊക്കെ ചാടി അങ്ങനത്തെ ബൂം ഓപ്പറേറ്ററും ഒക്കെ വേണം. ഭയങ്കര ആ രീതിയിൽ ഞങ്ങൾക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. ടെറൈൻ എന്ന് പറഞ്ഞാൽ പല ടെറൈനിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ കടപ്പ, തമിഴ്നാട്ടിൽ തന്നെ പല രഞ്ജിത്ത് അണ്ണന്റെ ഗ്രാമത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിറ്റിയിൽ EVP ഫിലിം സിറ്റിയിൽ സെറ്റ് ഇട്ടിട്ട് കുറെ കാലം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഷൂട്ടിംഗ് ഫ്ലോറിൽ സ്റ്റുഡിയോയിൽ. ഹൊഗനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെള്ളത്തിൽ അവിടെ ഞാൻ എന്റെ ബൂം ഓപ്പറേറ്ററും മൈക്കും എല്ലാം കൂടി കൊട്ടവഞ്ചിന്ന് വെള്ളത്തിലേക്ക് വീഴുകയും ഒക്കെ ചെയ്തു. മൈക്ക് വലിയ വിലപിടിപ്പുള്ള നൊയ്മാന്റെ കൈമാറിയിട്ടു എന്ന് പറഞ്ഞ എന്റെ ഏറ്റവും ഫേവറേറ്റ് ബൂം മൈക്കാ. അത് വെള്ളത്തിൽ വീണു. രാത്രി എന്റെ ബൂം ഓപ്പറേറ്റർ അത് കൊണ്ടുപോയി ഹോട്ടലിൽ അരിച്ചാക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിറ്റേ ദിവസം റെഡിയാക്കിയിട്ട് എടുത്തുകൊണ്ട് വന്നു. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്നൊരു വർക്കാ ശരിക്കും. കാരണം പരിചയം ഇല്ലാത്തൊരു ഇൻഡസ്ട്രി, പരിചയം ഉണ്ടെങ്കിലും എനിക്ക് അതിന് മുമ്പ് വരെയൊക്കെ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സിനാരിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരുന്നത്. ഇത് വലിയ ക്രൂ, പരിചയം ഇല്ലാത്ത പുറത്തുനിന്നുള്ള ഒരുപാട് പേര്, ആളുകളും ജൂനിയർ ആക്ടേഴ്സ് കുറെ പേര്, ഭടന്മാരും പോരാളികളും. അപ്പൊ കുതിര ഫൈറ്റ് ഇതെല്ലാം ഉണ്ട്. അപ്പൊ രഞ്ജിത്ത് സാർ പോലും വിചാരിച്ചിരുന്നത് നടക്കട്ടെ, കിട്ടുന്നത് എടുക്കാൻ, ബാക്കി ഡബ് ചെയ്യാന്നുള്ളൊരു ലൈനിലാണ് പിടിച്ചിരുന്നത്. പക്ഷെ അതില് ഇപ്പോൾ പടം ജമിചേട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും, അതില് തങ്കളാന്റെ ബ്രത്ത് പോലെ ആള് പറയുന്ന ചില സാധനങ്ങളുണ്ട്, ഇങ്ങനെ ഉരുവിടുന്ന. അതുവരെ സിംഗ് സൗണ്ട് ആയിരുന്നു. ഫൈറ്റും സിംഗ് സൗണ്ട് ആയിരുന്നു. കുതിര വരുന്നതും വെള്ളത്തിലേക്ക് ചാടുന്നതും മറ്റേത് വരുന്നതും രാജാവ് വരുന്നതും ചോളനെ എല്ലാം സിംഗ് സൗണ്ട് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അജയന്റെ കരിയറിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്കുകളിലൊന്ന് തീർച്ചയായിട്ടും തങ്കളാനാണ്. പക്ഷെ അങ്ങനെയും ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഓരോ പ്രൊജക്ടിനും ഓരോ തരത്തിലുള്ള ചലഞ്ചാണ്. സത്യം പറഞ്ഞ ഇതിനേക്കാളൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പടം ഉണ്ടായിരുന്നത് ഒരു ഹിന്ദി സിനിമ, അത് അധികാരം ഇവിടെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. സോണി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിലുണ്ട്. അത് നെറ്റ്ഫ്ലിക്സ് ഒറിജിനലാണ്. അതൊരു കാനഡയിൽ നിന്നുള്ളൊരു ഡയറക്ടറാണ് ചെയ്തത്. ഇന്ത്യക്കാരനാണ്, പഞ്ചാബിയാണ് ആൾ, പക്ഷെ കാനഡയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഇവാൻ ആയിരുന്നു. അപ്പൊ ആ സിനിമ ചെയ്യാൻ ആക്സിഡന്റലി എനിക്ക് വിളി വന്നത്. എൻ്റെ FTAയിലെ വേറെ സുഹൃത്തുക്കളെ കയ്യിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കോൺടാക്ട് വെച്ചാണ് എന്നെ വിളിച്ചത്. ഞാൻ ചെല്ലുമ്പോൾ ആ സിനിമ മുഴുവൻ ഡൽഹിയിലാണ്, നൈറ്റാണ്. അതും ഇതേപോലെ എല്ലാ സീനും സിംഗിൾ ഷോട്ടാണ്. ആ സീൻ തുടങ്ങുന്ന തന്നെ ആ സിനിമയുടെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഡൽഹി റേപ്പ് കേസിനൊക്കെ ശേഷം ഉണ്ടായ അത്യാവശ്യം ചർച്ച ഇന്റർനാഷണലിലേക്ക് പോയ സിനിമയാണ്. അതിനുശേഷം നെറ്റ്ഫ്ലിക്സ് ഒന്ന് വാങ്ങിച്ചു. അതിലൊരു ലേഡി പോലീസ്, ഇപ്പോൾ ഇതിന് ശേഷം ഇവരുടെ ഒരു പിങ്ക് പോലീസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ലോക്കൽ ഡ്രസ്സിൽ അവർ പല സ്ഥലങ്ങളിലും രാത്രി കിടന്ന് നടക്കും. അവരാരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്ന ബാക്കി പോലീസുകാരും കൂടി വന്നിട്ട് അവരെ പിടിക്കും. ഈ സീൻ തുടങ്ങുന്നത് ഇവരൊരു സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോകുന്നതാണ്. ഒരു പെൺകുട്ടി ചുരിദാർ കിട്ടുന്ന സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോകുന്നു. കുറച്ച് ദൂരം അങ്ങനെ പോയി കഴിയുമ്പോൾ ഇപ്പോൾ ക്യാമറ ഇങ്ങനെ ഫോളോ ചെയ്യാം വേറൊരു വണ്ടിയിൽ. കുറച്ച് ദൂരം പോകുമ്പോൾ ആ ഷോട്ടിൽ തന്നെ വേറൊരാൾ വന്ന് കയറും സൈക്കിളിൽ. എന്നിട്ട് ഇവരെങ്ങനെ കമന്റ് അടിക്കാൻ തുടങ്ങും. ഇതിങ്ങനെ പോയി ഏകദേശം 1.5 കിലോമീറ്റർ അവർ യാത്ര ചെയ്യും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഇയാൾ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു ഇടവഴി കയറും, ഇരുട്ടുള്ളൊരു ഇടവഴിയിൽ. അവിടെ എത്തുമ്പോൾ ഇയാൾ അഡ്വാൻസ് ചെയ്യും ഇവരുടെ അടുത്തേക്ക്. ഇവരവിടുന്ന് വിസിലടിക്കുന്നു, അടി തുടങ്ങുന്നു. ദൂരത്ത് നിൽക്കുന്ന പോലീസുകാർ ഓടി വരുന്നു. അവരിതിൽ കയറി ഇൻവോൾവ് ആയി. അപ്പോൾ ഈ സ്ത്രീക്ക് കൺട്രോൾ ചെയ്ത് അവർ ഭയങ്കരമായിട്ട് ഇവന് ഇടിക്കാൻ നോക്കുമ്പോൾ അവരുടെ സീനിയർ വന്നിട്ട് അവരെ മാറ്റിയിരുത്തി കൊണ്ടുപോയി ചീത്ത പറയുന്നു. ഇതല്ല പോലീസിങ്, നിന്റെ ആവേശം മൊത്തം ഇതിൻ്റെ അകത്ത് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൊണ്ട് ആ
ഷോട്ട് തന്നെ ഉണ്ട്. അവിടുന്ന് തുടങ്ങി ഇവിടെ നിന്ന് ആ സിനിമ മുഴുവൻ അങ്ങനെയായിരുന്നു. അപ്പൊ അത് പല പല ആക്ടേഴ്സ് പല സ്ഥലത്തുനിന്ന് വരും, അവർക്കൊക്കെ മൈക്ക് ചെയ്യണം. പിന്നെ വണ്ടിയുണ്ട്, പോലീസ് വെഹിക്കിൾ, സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതും ഇതുപോലെ ഡബ് ചെയ്തിട്ടില്ല. അത് ഫുൾ സിംഗ് സൗണ്ട് ആണ്. അത് അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് പോലും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് എൻ്റെ അത്ര വലിയ മൈക്ക് സംവിധാനങ്ങൾ ഇല്ല. ഇന്നുള്ള അത്രയ്ക്ക് റെക്കോർഡറും അത്ര ഒരുപാട് മൈക്കുകളും ഇല്ല. പറഞ്ഞത് തന്നെ നമുക്ക് ഊഹിക്കാലോ. ഇപ്പോ ഒരു വണ്ടിയിൽ നമ്മൾ പോയിട്ടാണ് അത് സിംഗ് സൗണ്ട് ചെയ്യുന്നതെങ്കിൽ ആ വണ്ടിയുടെ സൗണ്ട് ആ കഥാപരിസര ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടിയുടെ ശബ്ദം ഒരിക്കലും കേൾക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് ഈ ക്യാരക്ടറിനെ, ഈ സീനിനെ ഫോളോ ചെയ്യും വേണം. അവിടെയാണ് നമ്മുടെ ശരിക്കും ഒരു ചലഞ്ച് ഇരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പലതരത്തിൽ, അതായത് അവിടെ ഏറ്റവും സൗണ്ട് കുറഞ്ഞ വണ്ടി, മിനി പിക്കപ്പ് കൊണ്ടുവരല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഇതായിട്ടുള്ളൊരു വണ്ടിയിൽ. പിന്നെ എനിക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ക്യാമറമാൻ സായിപ്പായിരുന്നു ആള് പുറത്തുനിന്ന്. അപ്പോൾ ആള് മുമ്പ് സൗണ്ട് ചെയ്തിട്ടുണ്ട്, സൗണ്ട് പഠിച്ചിട്ടുണ്ട്, സൗണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാ, പിന്നെ ക്യാമറ ചെയ്യുന്ന. അപ്പോൾ ആൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു അവരുടെ. ക്രിസ് എന്നായിരുന്നു പേര്. അപ്പോൾ ക്രിസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഷാനറ്റായിരുന്നു എൻ്റെ അസിസ്റ്റന്റ്. കോഴിക്കോട് നിന്നുള്ള പെൺകുട്ടിയാണ്, ഷാനറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ടുള്ള. എല്ലാവരും ഭയങ്കര നമ്മളൊരു ആ ഒരു സ്പിരിറ്റിൽ നിന്നാലേ ഇത് നടക്കുള്ളൂ. ഈ ഷോട്ടൊക്കെ അങ്ങനെ എടുക്കുന്നൊക്കെ ആദ്യമേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസിസ്റ്റന്റും പിന്നെ പറഞ്ഞു ഇത് നടക്കില്ല ചേട്ടാ, ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ പോവല്ലോ എന്തായാലും. നമ്മളപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചിട്ടുള്ള പരിപാടിയാണ്. എന്ത് നടന്നാലും എന്തില്ലെങ്കിലും നമ്മൾ അങ്ങനെ ഇറങ്ങുകയാണ്, നടക്കുന്ന നമ്മുടെ വിശ്വാസം. അതുപോലെ അങ്ങ് ഇറങ്ങി. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഹൈലി ഡയറക്ഷനിലായിട്ടുള്ള ഒരു ബൂം മൈക്ക്, ലെങ്തി ബൂമായിട്ട് ഇട്ടിട്ട് മറ്റേ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പൊ ഈ വണ്ടിയുടെ സൗണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹെഡ്ഫോണിന്റെ പുറത്തുനിന്ന് കേൾക്കാം. പക്ഷെ എൻ്റെ ഹെഡ്ഫോണിന്റെ അകത്ത് ആ ലേപ്പലും അവിടെ പിടിച്ചിട്ടുള്ള ബൂമുമാണ് കേൾക്കുന്നത്. പിന്നെ എനിക്ക് ഈ കുറച്ച് വണ്ടിയുടെ നോയ്സൊക്കെ എനിക്ക് പോസ്റ്റിൽ ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. ബാലൻസ് പിടിച്ച് പിന്നെ പല സീനിലും ഞാൻ ജസ്റ്റ് ബൂം ആൻഡ് ലേപ്പിൽ മാത്രമല്ലാതെ ഇങ്ങനത്തെ സീനുകൾ അത് തങ്കളാനിലും ചെയ്തിരുന്നു. അതായത് ഒരു സ്റ്റീരിയോ വൈഡ് മൈക്കൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് വേറൊരു സാധനം കൂടി ഇതിൻ്റെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ക്യാമറ പെർസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പണിയിലും ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരുപാട് ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഒരു ട്രേഡ് സീക്രട്ട് ഒന്നുമല്ല. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ, സാധാരണ ആൾക്കാരെ ചെയ്യാതിരിക്കാനുള്ള ഒരു റീസണായിട്ട് പറയാറുള്ളത്, ഈ സ്റ്റീരിയോ മൈക്ക് ഇങ്ങനെ ഷോട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ വൈഡായിട്ടുള്ള സൗണ്ട്സാണ് സ്റ്റീരിയോ മൈക്കിൽ റെക്കോർഡാവുന്നത്. അതിൻ്റെ ആംബിയൻസ് ഇങ്ങനെ ജെർക്കി ആയിരിക്കും. ഒരെണ്ണത്തിൽ എന്നായിരുന്നെങ്കിൽ ഒരെണ്ണത്തിൽ എന്നാവും. അപ്പോൾ ഒരു സീൻ്റെ അകത്ത് തന്നെ പല ഷോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലേപ്പലിനും ബൂമിനൊക്കെ ബാധകമാണ്. പക്ഷെ അതിൽ ഇത്രയും ഹൈലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡയറക്ഷനിലായിട്ടുള്ള മൈക്സ് ആയതുകൊണ്ട് അതിൽ ഇത്ര ചാട്ടം വരില്ല. ക്ലീനപ്പ് ചെയ്ത് കളയാം. സ്റ്റീരിയോയിൽ ഇത് വരും എന്നാണ് പറയുന്നത്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്തായാലും ഇതിൻ്റെ ആംബിയൻസ് എഫക്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പിന്നീട് വരുന്നുണ്ട്. ഈ സ്റ്റീരിയോയും 5.1 ഒക്കെ വെച്ചിട്ട് നമുക്ക് വൈഡായിട്ടാണ് തിയേറ്ററിൽ കേൾപ്പിക്കേണ്ടത്. നമ്മൾ ഡയലോഗ് റെക്കോർഡ് ചെയ്യുന്ന എല്ലാം മോണോ മൈക്കുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂർ റൗണ്ടിൽ ഇറങ്ങി മുനിസിപ്പൽ സ്റ്റാൻഡിൽ ഷൂട്ട് ചെയ്യുന്നു. അവിടെ മറ്റേ ഡാട്ടയെന്ന് വിളിച്ച് പറയുന്ന ആ സാധനം ഇല്ലാതെ എനിക്ക് മുനിസിപ്പൽ സ്റ്റാൻഡ് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അവിടെ കയറി വരും. ഞാൻ ഈ ബൂമും ലേപ്പിലൊക്കെ വെച്ചിട്ടുള്ളത് അടാട്ടയ്യന്തോൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ റോട്ടിലെ നോയ്സ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പറയുന്ന ഡയലോഗ് പ്രശാന്ത് അലക്സാണ്ടറിന്റെയും ഷമീറിന്റെയും ഒക്കെ ഡയലോഗ് മാത്രം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്ക് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ കൂടെ ഞാൻ ക്യാമറയുടെ അതേ പെർസ്പെക്റ്റീവിൽ ഒരു സ്റ്റീരിയോ മൈക്ക് കൊണ്ടുവന്ന് വെക്കും. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുള്ളൂ. കാരണം അതിൽ ഫുൾ നോയ്സ് ആയിരിക്കും ആ സമയത്തല്ലോ. എന്നിട്ട് നിങ്ങൾ ഇത് പിന്നെ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര രസമാണ് ശരിക്കും. കാരണം ഇത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ ഒരു ലെയർ ഓൾറെഡി ഫോമായി. ചില ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് അതിനെ സ്മൂത്ത് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്യാം, ഈക്യൂ ചെയ്യാം. പക്ഷെ ആ MS ട്രാക്ക് ലൈവായിട്ട് അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ ഒരു ബസ് സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ആ ബസ്സിൻ്റെ സൗണ്ടും, ഒരു ഓട്ടോറിക്ഷ പോകുന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയുടെ സൗണ്ടും, ഒരു അനൗൺസ്മെൻറ്റ് പോകുന്നുണ്ടെങ്കിൽ ആ അനൗൺസ്മെൻറ്റും ഈ സ്റ്റീരിയോ മൈക്കിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ബൂമും ലേപ്പലും അത് പരമാവധി റിജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് വെച്ചിട്ട് എനിക്ക് ഈസിലി ഈ സാധനങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് തങ്കളാനിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രൗഡ് വരുമ്പോൾ നമ്മൾ മെയിൻ ഡയലോഗ് പറയുന്ന ആൾക്ക് മാത്രം മൈക്ക് വെക്കല്ല ഞാൻ ചെയ്യുന്നത്. ഫുൾ സ്പേസിന് വേണ്ടി വേറൊരു മൈക്കിംഗ് ഉണ്ടാവും. അതിൻ്റെ പാരലിൽ പോകും. നമ്മൾ പല കാര്യങ്ങൾ ഇപ്പോൾ സൗണ്ട് ഡിസൈനിങ്ങിനെ സംബന്ധിച്ചും അതുപോലെ സിംഗ് സൗണ്ടിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ ബഷീർ ദ മാൻ എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഡോക്യുമെന്ററി റഹ്മാൻ സാറിന്റെ, അതിന്റെ ഒരു മേക്കിങ്ങിന്റെ ഒരു കാര്യത്തെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ചീവീടുകളുടെ ശബ്ദം അവര് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കും, ഇത് നോയ്സായി മാറും എന്നുള്ളൊരു പേടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ ബഷീർ എന്നുള്ള അതിലെ സെൻട്രൽ ക്യാരക്ടറിന്റെ ചില ഉന്മാദങ്ങളെ, ചില ഭ്രാന്തുകളെ ഒക്കെ സൂചിപ്പിക്കേണ്ട, അടിവരയിടേണ്ട ഭാഗങ്ങൾക്ക് ഈ ചീവീടുകളുടെ ശബ്ദം പ്ലേസ് ചെയ്തപ്പോൾ അത് വളരെ രസകരമായിട്ട് അത് ആവിഷ്കരിക്കപ്പെട്ടു. പലരും ആ ഡോക്യുമെന്ററി കണ്ടു കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു, ഇത് നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് എടുത്ത് ചേർത്തതാണോ എന്ന് വരെ ചോദിച്ചു. പക്ഷെ അത് യാദൃശ്ചികമായിട്ട് അവർക്ക് കിട്ടിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന, വളരെ പ്രീ പ്രൊഡക്ഷനിൽ വളരെ പ്ലാൻ ചെയ്യുന്നതും ഇതിനപ്പുറം പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറം നമുക്ക് വീണ് കിട്ടുന്ന ചില കാര്യങ്ങൾ അത് വളരെ ബുദ്ധിപരമായിട്ടും ക്രിയേറ്റീവായിട്ടും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു
ക്രിയേറ്ററെ സംബന്ധിച്ച് അയാളുടെ ഒരു സെൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ വളരെ യാദൃശ്ചികമായി വീണ് കിട്ടുന്ന ചില ആംബിയൻ സൗണ്ടുകൾ, ചില ശബ്ദത്തിന്റെ ചില വേറെ കുറെ അടരുകൾ, ഇതൊക്കെ പിന്നീട് വളരെ ഗുണകരമായിട്ട് വന്നിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് അന്വേഷിച്ചാണ് നമ്മൾ ഈ പോകുന്നത് തന്നെ, ഓക്കെ, ഷൂട്ടിന് ഓക്കെ. പോകുന്നത് തന്നെ. അത് പലപ്പോഴും എല്ലാ സിനിമകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ റഹ്മാൻ സാർ പറഞ്ഞ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ഉണ്ടാവാറുള്ള ഒരു സാധനമാണ് ചീവീട്. കാരണം ഈ ചീവീട് കൺസിസ്റ്റന്റ് ആയിട്ടല്ലല്ലോ, ഇതിങ്ങനെ അതെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതെ അതെ. അപ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റിയെ ബാധിക്കും. ഇപ്പം ഞാൻ ചെയ്തൊരു സിനിമ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക, എഡിറ്റ് നടക്കുക, ആശ, ഉർവശി ചേച്ചിയും ജോജു ജോർജും അഭിനയിക്കുന്ന ഓ, സിനിമ. ഓ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുപോലെ നമുക്കിത് പ്രൊഡക്ഷനൊക്കെ ചെറിയ സംശയം ഉണ്ടായിരുന്നു, സിംഗ് സൗണ്ട് പറ്റുമോ. കാരണം എയർപോർട്ടിൻ്റെ അടുത്താണ് ഈ കഥ നടക്കുന്നത്, സ്ക്രിപ്റ്റ് പ്രകാരം. എയർപോർട്ട് പരിസരം കാലടി ആ ഭാഗത്താണ്. ഇവർ കണ്ടിട്ടുള്ള എല്ലാ വീടുകളും മെയിനായിട്ടുള്ള 2 ലൊക്കേഷൻസ് എയർപോർട്ടിൻ്റെ, അതായത് ഫ്ലൈറ്റ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു ശബ്ദം തന്നെ ഉണ്ടാവും അന്തരീക്ഷം ഉണ്ടാവും. പിന്നെ അതാണ് അവർ മെയിനായിട്ട് പറഞ്ഞത്. ഞാൻ ആലോചിച്ചപ്പോൾ അതൊരു പ്രശ്നമാണ് ശരിക്കും. എന്ന് വെച്ചാൽ എനിക്കതൊരു ഒരേ സമയം ഞാനപ്പോൾ അതിനെ ആലോചിക്കുന്നത് നല്ലതല്ലേ. കാരണം ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് ആ സൗണ്ട് സ്കേപ്പൊക്കെ ചിലപ്പോൾ വർക്കാവാൻ സാധ്യതയുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ മൈൻഡും ഈ ഫ്ലൈറ്റ് പോകുമ്പോൾ വളരെ അടുത്തുനിന്ന് കേൾക്കുന്ന സൗണ്ടും വേറെയാണല്ലോ. അതെ. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ അങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് നടക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞിട്ടൊരു കഥയൊന്നും നമ്മൾ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതൊരു പുതിയ അനുഭവമായിരിക്കുമല്ലോ, ഒരു പുതിയൊരു സൗണ്ട് സ്കേപ്പ് കൊണ്ട് തരാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ അത് ചലഞ്ചായിട്ട് പിടിച്ചു, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്താ, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സീനുകളിൽ സിനിമ ഇറങ്ങാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, എൻ്റെ കഥയൊക്കെ റിവീൽ ചെയ്യുന്ന പോലെ ആയി പോകും. പക്ഷേ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും, കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാനും ഇനിയിപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിസൈനൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ മൈൻഡിലുള്ള പ്ലാൻ അതൊക്കെയാണ്. പ്രതീക്ഷകളുള്ള സിനിമയാണ്. അപ്പോൾ എനിക്ക് സൗണ്ടിലും ഒരുപാട് വർക്ക് ചെയ്യാനുള്ള സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ഈ ഫ്ലൈറ്റ് പോകുന്ന ശബ്ദം അതിൽ പല സീനുകളിലും, വളരെ ഇമ്പോർട്ടൻറ്റ് സീനുകളിൽ ഫ്ലൈറ്റ് തലയുടെ മുകളിൽ കൂടെ പോയിട്ടുണ്ട്. ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, അത് റീടേക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചീവീടും, ആ പറമ്പിൽ നിറയെ ചീവീടുണ്ട്. ചില സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ തോന്നും, ഇതെല്ലാ സീനിലും ഇങ്ങനെ ഒരു ചീവീട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ അത് ഇരകൾ ഓർമ്മയില്ലേ, ചീവീടല്ലേ ആദ്യം, അല്ലെങ്കിൽ എലിപ്പത്തായത്തില് എലി വരുന്ന ശബ്ദങ്ങൾ. അപ്പോൾ അത് ഞാനതിനെ കാണുന്നത് അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്, അങ്ങനത്തെ സാധനങ്ങൾ വരുന്നത്. കാരണം ഇതെല്ലാം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് പോയി റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് എന്തായാലും. അപ്പം അതിൻ്റെ ഒരു ബേസ് അവിടെ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഇതിപ്പോൾ നേരെ മറിച്ച് തൊട്ടപ്പുറത്തൊരു ഫാക്ടറി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സുഖം ഉണ്ടാവില്ല. ഇത് ചീവീടെ കീഴിലേക്ക് ആവുമ്പോഴാണ് നമുക്ക് ബേർഡ്സ് ഒക്കെ അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് സീനിൽ ശരിക്കും ഒരു ബേർഡ് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് ഇറുകിയിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്, പല സിനിമകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നായാട്ടിൽ ജോജു ജോർജ് ആത്മഹത്യ നിൽക്കുന്നൊരു സീനില്ലേ, നിമിഷ ഓടി വന്നിട്ട് കാണുന്നത്, അവിടെ ശരിക്കും ഒരു കിളി ആ സമയത്ത് കരഞ്ഞാ. അപ്പോൾ സാധാരണ ഇത് വെച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന, ചേട്ടാ ഒന്നുകൂടി പോകണോ, കിളി വന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ വെച്ചാൽ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഈ കിളി എന്തായാലും ഞാൻ ഉപയോഗിക്കും എന്നുള്ളത്. അത് അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു പോക്കുണ്ടല്ലോ, എന്താണെന്ന് അറിയാതെ അവിടെ ഇനിയിപ്പോൾ എന്തുണ്ടാവും എന്നുള്ളത്. അത്ഭുതം പ്രതീക്ഷയുള്ള പോക്കല്ല ഈ സുഖം മൊത്തം ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണിയിലായാലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ ചേസീനും ഇതും ഒക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ പുത്തമ്പലയുടെ മുമ്പെന്ന് തുടങ്ങുന്ന ഒരു ചേസ് ബൈക്ക്, അത് പോയി അത് കുട്ടനല്ലൂർ കോളേജിന്റെ മുമ്പെന്ന് പോയിട്ട് രാത്രിയിലുള്ള ഒരുപാട് ചേസുകളുണ്ട്. രാത്രിയിലുള്ള ചേസുകൾ പല സ്ഥലങ്ങളിലും എടുത്തിട്ടുള്ളത്. അയ്യന്തോൾ എടുത്തിട്ടുണ്ട്, പുള്ളിൽ എന്നിട്ടാണ് അവസാനിക്കുന്നത്. അപ്പൊ അത് പല രാത്രികളിലല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ പല രാത്രിക്കും പല സ്വഭാവമാണ്, തുടർച്ച നിർബന്ധമാണ്. പക്ഷെ നമുക്കത് ഭയങ്കര രസമായിരുന്നു. അതായത് ഇവിടുത്തെ രാത്രി, തൃശ്ശൂരത്തെ ഒരു രാത്രി കൂടെ ഒരു ബൈക്ക് പോകുന്നു, അത് പുള്ളിലെത്തുമ്പോൾ മാറുമല്ലോ, പാടത്തിന്റെ സൈഡിലെത്തുമ്പോൾ ഉള്ള സൗണ്ട് മാറി. അവന്റെ ഡോണിന്റെ വീട് പകല് കാണിക്കുമ്പോഴുള്ള സ്ഥലം, അതല്ല രാത്രി, അതൊക്കെ അവിടുത്തെ സൗണ്ട് തന്നെയാ. ബേസിക് സൗണ്ട് ഡിസൈൻ്റെ ഒരു ലെയറിങ് തന്നെ അവിടെ നിന്ന് കഴിയാം. അതിൽ നമുക്കൊരു പരിധിക്കപ്പുറത്ത് കൺട്രോൾ പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാരോടും ഉണ്ടായിരിക്കാൻ പറയാം, ചീവീടിനോടും ഉണ്ടായിരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ, കിളിയോടും പശുവിനോടും ഒന്നും ഉണ്ടായിരിക്കാൻ പറയാൻ പറ്റില്ല, ലാൻഡ് ഫോണിനോടും ഉണ്ടായിരിക്കാൻ പറയാൻ പറ്റില്ല, കട്ടിംഗ് മെഷീനും ആപ്പേ വണ്ടിയും ഡീസൽ വണ്ടികളും, അങ്ങനെ ഞങ്ങൾക്ക് വില്ലന്മാരായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ, അതായത് എനിക്ക് ഒരിക്കലും വേണ്ടാന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ശബ്ദം ഉണ്ടെങ്കിൽ അത് ഈ കട്ടിംഗ് മെഷീൻ്റെയും ഡീസൽ വണ്ടികളുടെയൊക്കെ ശബ്ദമാണ്. പക്ഷെ അതും ഓൾവേസ് അല്ല, ചില സിനിമകളിൽ അത് വേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് 21-ാം തീയതി കാണാം, വിലായത്ത് ബുദ്ധയിൽ ഇത് രണ്ടുണ്ട്. വിലായത്ത് ബുദ്ധ, അതുപോലെ ആശ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകളിലെ സൗണ്ട് ഡിസൈനിങ്, അതുപോലെ സിംഗ് സൗണ്ടിന്റെ സാധ്യതകൾ. ടോക്സിക്കും ചെയ്യുന്നുണ്ട് സിംഗ് സൗണ്ട്. യഷിന്റെ പടം KGF പോലെയുള്ള ഒരു വമ്പൻ ബ്രഹ്മാണ്ഡ ഹിറ്റ് എന്നൊക്കെയുള്ള ടാഗ് ലൈനിൽ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ള സിനിമ ചെയ്യുന്നു. ഇതിലൊക്കെ നമ്മൾ സിനിമയുടെ പിന്നണിയിലാണ്. എനിക്ക് അറിയാവുന്ന അജയൻ നല്ലൊരു ആക്ടറാണ്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ TCVയിലുള്ള സമയത്ത് കൊമാലയിൽ നിന്നും രാവണിയിലേക്ക് എന്നുള്ളൊരു നാടകം, ഗണേഷ് മാസ്റ്റർ നാടകം ടൗൺ ഹാളിന്റെ മുന്നിൽ കളിക്കുമ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ന്യൂസ് സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്ടർ, ഡിസോണിലും ഇന്റർസോണിലൊക്കെ പോയ നാടകങ്ങൾ പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള ആക്ടർ, അതോടൊപ്പം തന്നെ അന്ന് പ്രസംഗത്തിൽ സ്ഥിരമായിട്ട് സമ്മാനമാകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യാനാണെങ്കിലും
ഒരു കാര്യം ആക്ട് ചെയ്യാനാണെങ്കിലും അത് പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ കാലത്തിന്റെ ഒരു ഒഴുക്കിൽ വേറെ ചില മേഖലകളിലെത്തുന്നു, അതിൽ പ്രൂവ് ചെയ്യുന്നു. അപ്പൊ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഒരു കാര്യം നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം കൃത്യമായിട്ട് കൺസീവ് ചെയ്യാൻ അറിയുന്ന ഒരാളെന്ന രീതിയിൽ സിനിമ സംവിധാനം നമ്മുടെ മുന്നിലുള്ള വഴികളിലുണ്ടോ, അതുപോലെ ആക്ടിങ് നമ്മുടെ വഴികളിലുണ്ടോ, ഇത് 2 രീതിയിലും രണ്ടും ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് മുന്നിലുണ്ടോ? സത്യം പറഞ്ഞത് രണ്ടും ഉണ്ട് ചേട്ടാ. ഞാൻ എൻ്റെ 2ാം ക്ലാസ് തൊട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അത് ഈ പറഞ്ഞ പോലെ ഡിഗ്രി കേരളോർമ്മ കാലം വരെ ഞാൻ നാടകം ചെയ്യാത്തൊരു വർഷം പോലും ഉണ്ടായിട്ടില്ല. ഞാൻ നാടകത്തിലെല്ലാം ഞാൻ അവിടെ പഠിച്ചിറങ്ങിയതിനു ശേഷമാണ് അജയൻ വരുന്നത്. അതെ. അപ്പൊ ആ വരുമ്പോ തന്നെ അജയൻ വരുന്നു എന്ന് പറയുമ്പോ ഈ പ്രസംഗം, നാടകം, ഇതിൽ 2ലും പ്രതിഭയായിട്ടുള്ള ഒരാളാണ് വരുന്നത്. എന്നെ പൊക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ഒരു കഥയും കൂടി ഉണ്ട്. എന്നെ എൻ്റെ അമ്മ നിർബന്ധമായിട്ട് കേരളോർമ്മ കോളേജിൽ പഠിക്കരുത് എന്നുള്ളതായിരുന്നു അമ്മയുടെ ഒരു നിർബന്ധം. എൻ്റെ സുഹൃത്തുക്കളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ലാത്ത, അന്ന് കോളേജിലില്ലാത്ത ആൾക്കാരോട് പോലും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ പ്ലാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സൗണ്ട് പഠിക്കണം എന്ന് തന്നെയായിരുന്നു. ആണല്ലേ? ഞാൻ +2 പഠിക്കുമ്പോഴും ഞാൻ കേരളോർമ്മയിൽ ജോയിൻ ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ ഉദ്ദേശം ഞാൻ ഫിസിക്സ് പഠിച്ചൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊന്നും നടക്കും എന്നുള്ളൊരു ഉറപ്പും നമുക്കില്ലല്ലോ. നമുക്ക് ഇതിനെ കുറിച്ച് യാതൊരു വേറെ ധാരണയില്ല. എൻട്രൻസ് സൗണ്ടിലേക്ക് എങ്ങനെയാണ് എത്തിയത്? സാധാരണ ഒരാൾ തെരഞ്ഞെടുക്കുന്ന ഒരു ഇതല്ലേ, ഇപ്പൊ ഒരു ആക്ടർ ആവണം, ഡയറക്ട് ചെയ്യണം, സ്ക്രിപ്റ്റ് എഴുതണം, ഇതൊക്കെ ഒരു കോമൺ ആണ്. സൗണ്ടിലേക്ക് ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോകുന്നായിരുന്നു എൻ്റെ സുഹൃത്തുക്കളുടെയും ഗണേശന്റെയും പലരുടെയും ചിന്ത. എനിക്കും ആഗ്രഹമില്ലാതില്ല. ഞാൻ NSDയിലും ഇവിടുത്തെ നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമയിലും ഒക്കെ ഒരുപാട് പോവുകയും അവിടെ നാടകം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇതിലേക്ക് വരാനുള്ള കാരണം, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടുമണി പൂക്കൾ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടികളുടെ സിനിമ. കേട്ടിട്ടുണ്ട്. അതിന് 2000 ആ വർഷത്തെ ഏറ്റവും മികച്ച കുട്ടികളുടെ ചിത്രത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഡബ് ചെയ്യാനായിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ, ഗവൺമെന്റിന്റെ സ്റ്റുഡിയോയിൽ അന്ന് പോയി. അന്ന് ഫിലിമിലാണല്ലോ, അപ്പോൾ മാഗ്നറ്റിക് ടൈപ്പിലാണ് ഡബ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ പോലെ നമുക്ക് ഒരുപാട് റീടേക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ലിപ്പ് സിങ്കാക്കി പറയണം, അതൊരു വലിയ പണിയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നു, നമുക്ക് നല്ല നെഞ്ചിടിപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ജഗദീഷ് ശ്രീകുമാർ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ അന്ന് ചിത്രാഞ്ജലിയുടെ ഇന്നത്തെ മിക്സിംഗ് തിയേറ്ററാണ് അന്നത്തെ റെക്കോർഡിംഗ് തിയേറ്റർ. അതായത് വലിയ തിയേറ്ററിൽ നടുക്കിൽ നിന്ന് അമ്പിളിച്ചേട്ടൻ ഡബ് ചെയ്യുന്നു. മുകളിൽ നിന്ന് സൗണ്ട് മാത്രം ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒരു ചില്ലിൽ കാണാം നമുക്ക് പ്രൊജക്ഷൻ റൂമിൽ നിന്ന് ഒരാളുടെ സൗണ്ട് മാത്രം വരും. അത് വേണ്ട, ഒന്നുകൂടി എടുക്കാം. ഓക്കെ സാർ, സോറി സാർ. ഞാൻ ജഗദീഷ് കുമാർ സാറെന്ന് വിളിച്ച് റീടേക്ക് കൊടുക്കുന്ന ആർക്കായിരിക്കാം. അപ്പൊ ആള് തന്നെയാണ് എന്നെയും അത് കഴിഞ്ഞിട്ട് ഡബ് ചെയ്തത്. അത് കൃഷ്ണൻ ഉണ്ണി സാറായിരുന്നു, ടി കൃഷ്ണൻ ഉണ്ണി സാർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സൗണ്ട് എഞ്ചിനീയർ, അത്രയും പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള അടൂരിന്റെ ഒക്കെ പടങ്ങൾ ചെയ്ത ഉണ്ണി സാർ. ഉണ്ണി സാറിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നു. അപ്പൊ സാറ് താഴത്ത് വന്ന് എന്നെ പരിചയപ്പെടുകയൊക്കെ ചെയ്ത അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അമ്മയോട് പറഞ്ഞു, ചൈൽഡ് ഡബിങ് ആർട്ടിസ്റ്റിന് നല്ല സ്കോപ്പ് ഉണ്ട്, ഇപ്പോൾ ഇവിടെ കുട്ടികൾ വളരെ കുറവാണ് ഏരിയയിൽ. നിങ്ങൾ ഇവിടെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇവിടെ വർക്കൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പഠിക്കല്ലേ, സ്കൂളിൽ പഠിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു, അയ്യോ ഇപ്പൊ പഠിക്കണ കാലത്ത് പറഞ്ഞു, എന്താ ഇവിടെ സ്കൂളൊക്കെ ഉണ്ടല്ലോ, ചിത്രാഞ്ജലിയിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, അച്ഛന് ജോലി തൃശ്ശൂരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് സാറ് പറഞ്ഞു, അല്ല പഠിക്കലൊക്കെ ഇപ്പൊ എവിടെയായാലും നടക്കും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനപ്പോൾ എനിക്ക് ചോദിച്ചു, സാറിന്റെ റൂമൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു, ഈ മുകളിലത്തെ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വലിയ മിക്സിംഗ് കൺസോളും മാഗ്നറ്റിക്കിന്റെ റെക്കോർഡുകളും പഴയ റോക്ക് കൺട്രോൾ മെഷീൻസും ഒക്കെ ആയിട്ട് ഒരു നാസയുടെ കൺട്രോൾ റൂമിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു സ്ഥലത്ത് നടുക്കിൽ ഇങ്ങനെ രാജാവായിട്ട് ഇരിക്കുന്നു. അതില് വേറെ ഒന്നും നോക്കില്ല. ഞാൻ പറഞ്ഞു, സാറിന്റെ ജോലി പഠിക്കാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. സാറെ പറഞ്ഞു, എനിക്ക് ഇത് പഠിക്കണമെങ്കിൽ ഇത് കുറച്ച് ടെക്നിക്കലാണ്. ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇങ്ങനെ കോഴ്സ് പഠിച്ചതാണ്. ഫിസിക്സ് പഠിച്ചാൽ നല്ലതായിരിക്കും, BSc ഫിസിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാ. ഈ സാർ പറഞ്ഞ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. അന്ന് തൊട്ടേ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടീച്ചർമാർ ചോദിക്കില്ലേ പഠിച്ചിട്ട് എന്താവാൻ ആഗ്രഹം എന്ന്, ഞാൻ അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് സൗണ്ട് എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞു. ഇത് വെറുതെ പറയാന്നല്ലാണ്ട് അതിന് എന്താ ചെയ്യാമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നാടകം ഞാൻ ചെറുപ്പം തൊട്ടുണ്ടല്ലോ. അപ്പൊ നാടകം ഞാൻ അതിനെ ഒരു കലാരൂപം എന്നുള്ളതിൻ്റെ ഒക്കെ അപ്പുറത്ത് എൻ്റെ ഒരു ലൈഫായിട്ട് തന്നെ ഞാൻ കണ്ടിരുന്നു. ഞാൻ നാടകം അല്ലാതെ വേറെ ഒന്നും ചെയ്തിരുന്നില്ല ആ സമയത്ത്. കുട്ടികളുടെ നാടകം, അതിന് പല ക്യാമ്പുകൾ ഉണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ ഗണേശേട്ടൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ഗണേശേട്ടൻ എവിടെ ക്യാമ്പ് നടത്തുകയാണെങ്കിലും അവിടെ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോകും. അവിടെ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുക, നാടകത്തിന് മ്യൂസിക് ചെയ്യുക, ലൈറ്റ് സൗണ്ട് എന്തൊക്കെയാ നാടകത്തിൽ ചെയ്യാൻ പറ്റൊക്കെ ചെയ്യുക, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നാടകം എന്നെ സംബന്ധിച്ചൊരു വേ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കലയായിട്ട് കാണാൻ പ്ലാൻ ചെയ്തിരുന്ന സിനിമയായിരുന്നു. അന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കേരളോർമയിലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ജബിൻ ചേട്ടനും ജിബിൻ ചേട്ടനും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഇതിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ഡോക്യുമെന്ററി ഉണ്ടാക്കി അല്ല, അന്നും ഉണ്ടായിരുന്നു. സ്തംഭി മാസ്റ്റർ തരിശ് നിലം ഇത് വന്നു. അപ്പൊ കേരളോർമയിൽ എനിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ശിവനൊക്കെ ഇപ്പൊ സിനിമ ചെയ്ത ശിവപ്രസാദ് എന്റെ ജൂനിയർ ആണല്ലോ. അപ്പൊ അവനൊക്കെ അവിടെ ഓൾറെഡി ശിവനും സാഗറും ഒക്കെ സിനിമയുടെ ഷൂട്ടിനൊക്കെ പോകുന്നുണ്ട്. അവൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പല ആൽബംസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല. എനിക്ക് ഇവിടെ പോയിട്ട് സിനിമയിൽ അസിസ്റ്റ് ചെയ്യണമെന്നോ ആൽബം ചെയ്യണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് പിന്നെ തിയേറ്ററിന്റെ ഭാഗമായിട്ട് കുറെ ഫിലിം ഫെസ്റ്റിവലുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ലോ. തൃശ്ശൂരും കുറെ ഉണ്ടായിരുന്നു. IFFT, ടിഫ്, ജനസംസ്കാരയുടെ ചേതന, നവചിത്ര ഫിലിം സൊസൈറ്റി, ഷൺമുഖദാസ് മാഷ്. ഈ ഒരു എക്സ്പോഷർ നന്നായിട്ട് കിട്ടിയ ആ സമയത്ത് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഈ ഫെസ്റ്റിവലിൽ സിനിമകൾ കണ്ടിട്ട്, പുറത്തുനിന്നുള്ള സിനിമകൾ കണ്ടിട്ട്, ഞാൻ അന്ന് ഫെസ്റ്റിവലിന്റെ ഇവിടുത്തെ സ്റ്റുഡന്റ് കൺവീനറൊക്കെ ആയിരുന്നു. IFF ടീം ഇതൊക്കെ നടക്കുമ്പോൾ
അപ്പൊ തിരുവനന്തപുരത്ത് പോയി പ്രിന്റ് എടുത്ത് കൊണ്ടുവരാനൊക്കെ ഞാൻ പോവാറുണ്ട് ഇവിടുന്ന്. സുനിൽ സുഗത, സുനിലേട്ടൻ അന്ന് ഇതിന്റെ ന്യൂസ് ലെറ്റർ ലെനിൻ സാറിന്റെ കൂട്ടത്തിൽ അന്ന് സുനിലേട്ടന്റെ അസിസ്റ്റന്റ് ആയിരുന്നു രശ്മി സതീഷ്. രശ്മിന്റെ ബാച്ചാ. അപ്പൊ സുനിലേട്ടന്റെ സിനിമകള്, സുനിലേട്ടൻ ആദ്യം കുറെ ഷോർട്ട് ഫിലിംസ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു 5-6 ഞാൻ തന്നെ നായകൻ. പരീക്ഷണം, ആളുടെ ഹാൻഡിക്യാം വെച്ച് ഞങ്ങൾ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്ന് ഉള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഏത് ആർട്ടിലായാലും വർക്ക് ചെയ്യാം എനിക്ക് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എനിക്കെന്നല്ല, നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകളാണല്ലോ എന്നുള്ളത്. അതേസമയം തന്നെ ഞാൻ പൊളിറ്റിക്സിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു ജെയിംസ് അറിയാം. ആക്റ്റീവ് ഇൻ ദ സെൻസ് ഞാൻ എൻ്റെ ഡിസിഷൻസ് പലതും അതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതിലൊരു തീർച്ചയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാനത് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു ഹാർഡ് കോർ ഇടതുപക്ഷക്കാരനാണ്, ഒരു ഹാർഡ് കോർ RSS വിരുദ്ധനാണ്. അപ്പൊ അതെന്റെ ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടുനടക്കുന്ന ആളുമാണ് ഞാൻ. ആദ്യത്തെ ഒരു ഡിഗ്രി പ്രീ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് പോകുമ്പോൾ പലരുടെയും രാഷ്ട്രീയം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. ഇത് കൃത്യമായിട്ട് അത് നമ്മൾ പൂരവിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോഴും അതിന് തുടർച്ചയുണ്ട്. അത് അവിടെ നമ്മൾ ഒരു സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നമ്മുടെ ലൈഫിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ്. ഇപ്പോഴും ഞാനിവിടെ ഫിലിം പോളിസി മീറ്റിങ്ങിന്, സർക്കാരിന്റെ ഫിലിം പോളിസി മീറ്റിങ്ങിൽ പോയിട്ട് ഒരു ദിവസം മൊത്തം ഞാനിരുന്ന് നന്നായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇടതുപക്ഷ കേരളമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും 16 മണിക്കൂർ ഷൂട്ടിംഗ് ഷിഫ്റ്റ് ഉള്ള ഒരേ ഒരു സ്ഥലം ഇന്ത്യയിൽ നല്ല ലോകത്ത് തന്നെ കേരളം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് മലയാള സിനിമയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ബോംബെയിൽ 12 മണിക്കൂറാണ്, തമിഴ്നാട്ടിൽ 10 മണിക്കൂർ, ചിലടത്ത് 9 മണിക്കൂർ. അങ്ങനെ അതായത് മനുഷ്യന്റെ 24 മണിക്കൂറുള്ളൊരു ജീവിതത്തിൽ 16 മണിക്കൂർ നിങ്ങൾ ലൊക്കേഷനിൽ നിൽക്കണമെങ്കിൽ 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അതായത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരാളോട് ഫോണിൽ സംസാരിക്കാൻ പോലും പറ്റില്ല ഒരു ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങി കഴിയുന്നവരെ. ഒരു സംവിധായകനോ നടനോ ഒക്കെ പറ്റുമായിരിക്കും, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് പറ്റില്ല. അപ്പൊ അത് ഭയങ്കര തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു സാധനമാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിന് ഒരിക്കലും ഭൂഷണമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒറ്റ കാര്യമില്ല, അത് ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യത്തിലും കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എല്ലാ കാലത്തും കൊടുത്തിട്ടുള്ള ആളാണ്. അതിപ്പോ നമ്മുടെ സ്റ്റാൻഡ് ആര് ചോദിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. എല്ലാ ദിവസവും കാലത്ത് മാതൃഭൂമിക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നില്ല അതിന്റെ അഭിപ്രായം എന്താണെന്ന്. നമ്മുടെ സ്റ്റാൻഡ് ചുറ്റിലുള്ള ആൾക്കാർക്ക് അറിയാം. പക്ഷെ എന്റെ ഒരു സന്തോഷം എന്താ വെച്ചാൽ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം എന്നെ ആൾക്കാർ പണിക്ക് വിളിക്കുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ മാത്രമൊന്നുമല്ല. അങ്ങനെ നമ്മൾ ആവശ്യമുള്ളവർ നമ്മൾ വിളിക്കും. അങ്ങനത്തെ പേടിച്ച് ജീവിക്കാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോയ്സ് എന്റെ മനസ്സിൽ അന്നോട്ടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ ചോദിച്ചത് നമ്മുടെ ആക്ടിങ്. അതെ, അപ്പൊ ഞാനത് സൗണ്ട് അവിടെ എത്തി പഠിച്ചുകൊണ്ട്, പക്ഷെ ഒരു സൗണ്ട് പഠിക്കാന്നുള്ളത് മാത്രമല്ല, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ട് അതൊരു ടോട്ടൽ ഫിലിം സ്റ്റഡി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ജീവിത അവസാനം വരെ ഫിലിം സ്റ്റുഡൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾക്ക് കോമൺ കോഴ്സാണ് ഫസ്റ്റ് ഇയർ. ഞാനവിടെ എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫിയും ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിംഗും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആക്ടിങ്ങും ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എല്ലാവരും ചെയ്യണം. സെക്കൻഡ് ഇയർ തൊട്ട് സ്പെഷ്യലൈസേഷൻ ഒക്കെ വരുന്നത്. അപ്പം നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള പഠിച്ചിട്ടുള്ള എല്ലാവരും ഫിലിം സ്റ്റുഡൻസ് ആയിട്ടാണ്. പ്രൈമറി നമ്മൾ ഫിലിം സ്റ്റുഡൻസ് ആണ്, സ്പെഷ്യലൈസ്ഡ് ഇൻ ദിസ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആക്ടിങ് ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്, ചെറിയ റോളുകളിൽ കാണാറുണ്ട്. പക്ഷെ അതൊന്നും അതല്ല, അതിനേക്കാളും കൂടുതൽ നമ്മൾ ഒന്നാമതിൽ ഞാനത് ഒരു കാര്യം ഞാൻ ആലോചിച്ചിട്ടുള്ള പറഞ്ഞാൽ കുറെ കാലമായിട്ട് ഞാൻ ആക്ടിങ് അല്ല എൻ്റെ പ്രൊഫഷനായിട്ടോ എൻ്റെ പ്രാക്ടീസിലോ ഞാൻ ചെയ്യുന്നത്. ഇപ്പം നാടകം ചെയ്യുന്ന കാലത്ത് നമ്മൾ എല്ലാ ദിവസവും കാലത്തൊന്നും അഭിനയിക്കുന്നുണ്ട്, വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ കറക്റ്റ് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മളും അന്നും അഭിനയിച്ചിരുന്ന കാലത്തും ഞാനൊരു വലിയ നടനായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് നമ്മുടെ ഉദ്ദേശം അതല്ല, ഭയങ്കര നടനായിട്ട് ആൾക്കാരുടെ കൈ അങ്ങനെയല്ല. നമ്മൾ നാടകത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് അത് വൃത്തിയായിട്ട് ചെയ്യാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിപ്പോൾ മരമാണെങ്കിൽ മരമായിട്ട് വൃത്തിയായിട്ട് നിൽക്കുക, പ്രധാന കഥാപാത്രമായിട്ട് ഡയലോഗ് അത് ചെയ്യുക, നാടകം ഇതാക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ സിനിമയിൽ വരുന്ന സമയത്ത് അത് ഫ്രാഗ്മെന്റഡ് ആക്ടിങ് ആണ്, ടെക്നിക്കൽ ആക്ടിങ് ആണ് കുറെ കൂടെ. അപ്പോൾ നമ്മൾ നാടകത്തിൽ കുറച്ച് സത്യസന്ധമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമായിരുന്നു. കാരണം തുടങ്ങി അവസാനിക്കുന്നവരെ നമുക്ക് ആ ക്യാരക്ടറായിട്ട് നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, സ്പേസ് ഉണ്ട്. പിന്നെ ഇമോഷനൊക്കെ നമുക്ക് നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് വരുത്താൻ പറ്റും ആ ഇതിൽ. സിനിമയിൽ അതിന് പ്രാക്ടീസ് വേണമെന്ന് എനിക്ക് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ആക്ടിംഗ് ആണ്, മുറിച്ച് അഭിനയിക്കണം. ആളുടെ മുഖത്തൊന്നും നോക്കിയിട്ടായിരിക്കില്ല, ഭയങ്കര ഇമോഷണൽ സാധനം പറയുന്നത് മറ്റവന്റെ കൈയൊക്കെ നോക്കിയിട്ടായിരിക്കും. അതിന് ഒരു എക്സ്പീരിയൻസ് വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ, ഞാൻ കടൈസ് വ്യവസായം ചെയ്ത ആളാണ്. അതിൽ നായകനായിട്ട് നാഷണൽ അവാർഡ് വാങ്ങിച്ച ഞങ്ങളുടെ താത്ത മരിച്ചുപോയി പാവം. ആ ഒരു സിനിമയിലല്ലാതെ താത്ത അഭിനയിച്ചിട്ടില്ല. അതിനു മുമ്പ് താത്ത സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ അത് വേറൊരു മാജിക്ക്, അത് നടക്കും. പക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഓൾറെഡി നമുക്ക് അറിയാതൊക്കെ ക്യാമറ ഇവിടെ ഇരിക്കേണ്ടത് അതെന്നൊക്കെ. അപ്പം ഞാൻ അങ്ങനെ നല്ല നടനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സിനിമയിൽ. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നിർബന്ധിക്കുമ്പോൾ ഞാൻ ഓരോ സീനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനത്തെ സുഹൃത്തുക്കൾ, മാർട്ടിൻ പ്രക്കാട്ട്, ഷായി കബീർ, രാജീവ് രവി. പൂമരത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അബ്രിഡ് ഷൈൻ ചേട്ടൻ എൻ്റെ അടുത്ത് അന്ന് അബ്രിഡ് ഷൈൻ എൻ്റെ അടുത്ത് വെറുതെ നിങ്ങളൊരു സീനിൽ വെറുതെ ഇരിക്കുക, ഡയലോഗ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഡയലോഗ് തന്നു, അഭിനയിച്ചതിന് പക്ഷെ ആളെന്ന് പറഞ്ഞു നിങ്ങൾ നാച്ചുറൽ ആയിട്ടാണല്ലോ അഭിനയിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പം. പക്ഷെ അന്ന് അതിൽ ജോർജ്
വിസിറ്റ് ചെയ്യുന്നുണ്ട് പൂമരത്തില്. പോലീസുകാരനായിട്ട് അതല്ല അഭിനയിച്ചിട്ടില്ല എന്നുണ്ട്. ആള് ആക്ഷൻ ഹീറോ ബജുലാണ് പോലീസായിട്ടുള്ളത്. പൂമരത്തില് പോലീസുകാരനായിട്ടുണ്ടല്ലോ. ഉണ്ടല്ലേ? ഒരു സീനിലായിട്ട് നല്ല സീൻ, അത് നല്ല രസമുള്ള അതെ scene. അതെ ജോജേട്ടൻ വരുന്നത്. അപ്പൊ ജോജുവേട്ടൻ അന്ന് ഈ പടത്തില് അന്ന് ഞങ്ങൾ തമ്മിൽ പരിചയമില്ല. അപ്പൊ അന്ന് ഈ പടം കണ്ടിട്ട് ആളെന്നെ ഐഡന്റിഫൈ ചെയ്തു വൈറസിന്റെ ഷൂട്ടിൽ വെച്ചിട്ട്. വൈറസിൽ ജോജുവേട്ടൻ അഭിനയിക്കാൻ പറഞ്ഞു നീ ആ മറ്റേ പടത്തില് പൂമരത്തില്. ഞാൻ പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് ഒരാളെ എന്നെ തിരിച്ചറിഞ്ഞു. അതായത് എന്റെ കൂടെ പഠിച്ചിട്ടുള്ളവർ തിരിച്ചറിഞ്ഞിട്ടല്ല. ചേട്ടൻ എങ്ങനെ? ഞാൻ അന്ന് ആ പടം കണ്ടപ്പോൾ ഞാനത് ഷൈനോട് വന്ന് പറഞ്ഞു. ആ യൂണിയൻ റൂമിൽ ഇരുന്നായിരുന്ന ഏതാ ചക്ക നാച്ചുറൽ ആയിട്ടുള്ള കുറെ ആക്ടേഴ്സ് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നു. അതായത് ഞാനങ്ങനെ വലിയ വേഷം 1-2 പേര് എൻ്റെ അടുത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് പേടി കാരണം ഞാൻ എടുത്തില്ല ആ സമയത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സൗണ്ടിൽ എനിക്ക് അങ്ങനത്തെ ഉത്തരവാദിത്തം എടുക്കാൻ ഇഷ്ടമാണ്. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ടിങ് ഇഷ്ടമല്ലാതില്ല, പക്ഷേ അതിലേക്ക് ഇറങ്ങിയിട്ട് വലിയ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി നമുക്കില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. ഇപ്പം ഞാൻ ആശയിൽ കുറച്ച് വലിയ വേഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പടത്തിലുണ്ട് അത്യാവശ്യം. അപ്പം അതെനിക്ക് കണ്ടിട്ട് ആളുകൾ എങ്ങനെ തെറി വിളിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ ഇനി അത് ചെയ്യണോ വേണ്ട എന്നുള്ളത്. പക്ഷെ ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിനയിച്ച് അങ്ങനെ ഇതാവണം എന്നുള്ളൊരു പരിപാടി അങ്ങനത്തെ ഒരു പ്രൈം ഫോക്കസ് മനസ്സിലില്ല. ഈ അഭിനയം ഒക്കെ എൻ്റെ ഒരു കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സംവിധാനം അത് തീർച്ചയായിട്ടും വേറൊരു ഏരിയയാണ്. ഈ ഒരു സിനിമ എന്തായിരിക്കണം, എങ്ങനെയാണ് നമ്മളത് കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിലൊക്കെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഇതുമായി ബന്ധപ്പെട്ട വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ കൃത്യമായിട്ട് അതിനൊരു ധാരണ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് നമ്മുടെ സ്വപ്നത്തിലുണ്ടായിരിക്കും, പലവിധ കാരണങ്ങളെ നമ്മളത് മാറ്റി വെച്ചതായിരിക്കാം. സംവിധാനം അജയൻ അടാട്ട് എന്നൊരു ടൈറ്റില് എന്ന് തെളിയും? ഒരു ദിവസം തെളിയും. ഒരു സ്വപ്നമുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരുപാട് പേരെന്നെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ തന്നെയുള്ള ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ എനിക്ക് മരിച്ചുപോയ സച്ചേട്ടനാണ് എൻ്റെ അടുത്ത് ഭയങ്കര ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. നിന്റെ തമാശ കളിയൊക്കെ നിർത്തിക്കോ, നിന്റെ സൗണ്ടും പരിപാടിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ വന്ന് പടം ചെയ്തോ, നിനക്ക് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തരാം എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചേട്ടൻ. രഞ്ജിത്ത് സാർ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറെ അല്ലാതെയും ഇപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നറിയാവുന്ന വേറെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അതിലും ഇപ്പോൾ രാജീവ് രവി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാ വെറുതെ പോയി സിനിമയൊന്നും സംവിധാനം ചെയ്യാൻ നിൽക്കട്ടെ, പലരും പറയും തിരിച്ചും പറഞ്ഞവരുണ്ട്. മര്യാദയ്ക്കൊരു പണി ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട്, നീ ഇപ്പോൾ അത് ചെയ്തോ എന്നും പറയും. അപ്പോൾ അത് രണ്ടും അല്ല കാരണം. ശരിക്കും എനിക്ക് ഞാൻ അതിനെ സിനിമ ചെയ്യണമെങ്കിൽ ഞാനതിനൊരു ഫോഴ്സ്ഫുള്ളായിട്ട് ഞാനൊരു എഫേർട്ട് എടുത്ത് ഞാനൊരു സംവിധായകനാവാൻ വേണ്ടി അങ്ങനെ ഒരു പണി ഞാൻ ചെയ്യില്ല. ഒരു സബ്ജക്റ്റ് തന്നെ വന്ന് അങ്ങനെ നമ്മളെ ഹോണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കതിൽ പണിയെടുത്ത് ഞാൻ ആ സ്ക്രിപ്റ്റിൽ ഈ വർക്ക് ഞാൻ ചെയ്താൽ മാത്രമേ നന്നാവുള്ളൂ എന്ന് നമുക്ക് തന്നെ സ്വയം ബോധ്യം വരണം. കാരണം സൗണ്ടിൽ ഞാൻ ഒന്നും അറിയാതെ തുടങ്ങിയൊരു പരിപാടിയാണ്. 2008 പോയി പഠിക്കാൻ തുടങ്ങി. ഞാൻ ഇത്രയും വർഷം അത് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്ന് കുറേ ആളുകളെ അസിസ്റ്റ് ചെയ്ത് ഇപ്പോഴും ഇനി കുറെ പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ സൗണ്ടിലെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളൊന്നുമല്ല. ഇനി എന്തൊക്കെ ഇപ്പം പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠനം തുടർന്നുകൊണ്ടിരിക്കും. എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു സിനിമയ്ക്ക് സൗണ്ട് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, പറ്റില്ല എന്നുള്ളത് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അവതാറാണെങ്കിൽ ഒരു കൈ നോക്കാമെന്ന് നമ്മൾ പറയും. പക്ഷേ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പിന്നെ എനിക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. എൻ്റെ സിനിമ ഏതാണെന്നുള്ളൊരു ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കിഷ്ടമുള്ള സിനിമകൾ ഞാൻ ചെയ്യുന്ന ടൈപ്പ് സിനിമകളായിക്കൊള്ളുന്നില്ല. ഞാൻ ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമകളല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ സിനിമയെക്കുറിച്ച് ഇന്നതാണ് എൻ്റെ സിനിമ എന്ന് പറഞ്ഞ ഒരു കറക്റ്റ് വിഷനിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ഫിലിംസ് കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ്. യൂറോപ്പ് മാത്രമല്ല, എനിക്കങ്ങനെ ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആരാധകനല്ല ഞാൻ, ഇപ്പോഴും അല്ല. ഞാൻ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യാറുണ്ടെങ്കിലും തിയേറ്ററിൽ പോയി ഇടിച്ചു കുത്തി കൊമേഴ്ഷ്യൽ സിനിമ കണ്ട് കൈയടിക്കുന്ന അങ്ങനത്തെ ഒരു അതും അതിൻ്റെ ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ട്, ഞാനത് കാണാൻ പോകുന്നുണ്ട്, അത് ആസ്വദിക്കാനൊക്കെ പറ്റും. അല്ലാതെ ഞാൻ ഭയങ്കര ബുദ്ധിജീവി സിനിമ മാത്രമേ കാണാറുള്ളൂ എന്നേ അല്ല പറയുന്നത്. പക്ഷെ എന്നെ ടച്ച് ചെയ്തിട്ടുള്ളതും ഹോണ്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കുറേ സിനിമകളുണ്ടല്ലോ നമ്മൾ ഇതൊക്കെ ചൂസ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്. അതൊക്കെ വേറെ തരം സിനിമകളാണ്. അപ്പോൾ ആ തരം സിനിമകളാണോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ഓഡിയൻസ് ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്നുള്ളതും ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മിഡിലുള്ള കാര്യങ്ങളാണ് പല നമ്മുടെ സുഹൃത്തുക്കളും ചെയ്യാൻ ശ്രമിക്കുന്നത്. കുറേ കൊമേഴ്ഷ്യൽ ഓഡിയൻസിനെ സംതൃപ്തിപ്പെടുത്തുകയും വേണം, എന്നാൽ കലാപരമായിട്ടുള്ള മൂല്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും വേണം, കുറച്ച് രാഷ്ട്രീയമൊക്കെ കൂടിയിട്ടുള്ള എന്ന് പറയുന്നത്. ഇപ്പൊ റഹ്മാനൊക്കെ അതല്ലേ ചെയ്യുന്നത്. അപ്പൊ അവൻ അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് വേറൊരു ഏരിയ. നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സിനിമയെ കുറിച്ച് നമ്മൾ 24 മണിക്കൂർ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫിലിം ഷൂട്ടിൽ പോയി സിനിമ പഠിക്കാനും സിനിമ ചെയ്യാനും തന്നെയാണ് ഒരു സിനിമ. ഞാൻ അതിന് പറ്റുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. അവസരം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൂടി തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമ, ഒരു പ്രൊജക്റ്റ്
ഡിസൈൻ ചെയ്ത് അതിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിനപ്പുറം നമ്മൾ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു സിനിമയാണത് അതെ. എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ആൾക്കാർ സിനിമ ഒരു കവിതയൊക്കെ എഴുതുന്ന അങ്ങനെയായിരിക്കുമല്ലോ. ഞാൻ മാതൃഭൂമിയിലേക്ക് ഒരു സാധനം അയക്കാന്ന് പറഞ്ഞിട്ടായിരിക്കില്ല കൽപ്പറ്റ നാരായണൻ കവിത എന്നത്. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. മാതൃഭൂമിക്കാർ വിളിച്ച് ശല്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ 4 വരി ഭാഷ എഴുതി കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ 2 തരത്തിലുണ്ട്. അപ്പൊ അങ്ങനെ എഴുതാനിരുന്നൊരു കവിയല്ല ഞാൻ. അപ്പോൾ എനിക്ക് എന്റെ കവിത വരുമോ നോക്കട്ടെ. അജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അടുത്തറിയുന്ന എല്ലാവരും ആ പറഞ്ഞ വാചകത്തെ കൃത്യമായിട്ടും ശരിവെക്കും. കാരണം സ്കൂള് തൊട്ടാണെങ്കിലും ഇപ്പൊ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയി സൗണ്ട് ഡിസൈനിങ് എന്നുള്ള ഒരു മേഖലയാണ് എൻ്റെ തുടർ വഴി എന്ന് തീരുമാനമെടുക്കുന്നതാണെങ്കിലും അതിനുശേഷമുള്ള നാടക കാലഘട്ടമാണെങ്കിലും അതോടൊപ്പമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കാലഘട്ടമാണെങ്കിലും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള കാലഘട്ടമാണെങ്കിലും കടന്നു വന്ന വഴികളിലെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളും തീർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അത്തരം ആശയങ്ങളിലൂടെ തീർപ്പുകളിലൂടെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞാൻ പോഡ്കാസ്റ്റിനും എല്ലാ ആശംസയും ഞാൻ പറയാണ്. കാരണം നല്ലൊരു രസമായിട്ടുള്ള പ്രോഗ്രാമായിട്ട് വരും. ഞാനിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ നല്ല ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കാൻ സാധ്യതയുള്ളൊരു സ്പേസാണ്. തൃശ്ശൂര് ഇല്ല, അതിന്റെ ഒരു തൃശ്ശൂരാണ് സാധ്യതയുണ്ട്. വാചകം പറയാറുള്ള പോലെ ഇപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോഴാണ് ഞാൻ അതിനൊരു സാധ്യതയായിട്ട് കാണുന്നു പറയുന്ന പോലെ. എറണാകുളത്ത് ഒരുപാടുണ്ട്, തൃശ്ശൂർ ഇല്ല. അത് വേറെ തരത്തില് ആണ്. പിന്നെ എറണാകുളത്തിന്റെ ഒരു തിരക്കും മീഡിയ തിരക്കും പോലെ അല്ലല്ലോ തൃശ്ശൂരിന്റെ കാര്യം. അത്ര ബഹളം നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ടും സമാനമായിട്ടിരിക്കാം. കോമ്പറ്റീഷനും ഇല്ല വർക്കും ഇല്ല എന്ന് പറയുന്ന പോലെ വർക്ക് കൾച്ചർ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. കോമ്പറ്റീഷൻ ഇല്ല, പക്ഷെ വർക്കും ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട് ചില സമയത്ത്. കാരണം ചില മെയിനായിട്ട് തൃശ്ശൂർ ഇപ്പൊ നമ്മള് പജയനെ തന്നെ ഞാനിങ്ങനെ എന്താ പറയാ നമ്മളിവിടെ കുരുത്തി വെച്ചിരിക്കാന്ന് പറയില്ലേ, ഈ അക്കാദമി വഴിക്ക് വല്ല ഗസ്റ്റുകൾ കടന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ തൃശ്ശൂർ ആരെങ്കിലും വരുന്നുണ്ടോ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അപ്പൊ അജയന് അവാർഡുണ്ട്. എന്നാ പിന്നെ അജയൻ എങ്ങനെയെങ്കിലും തിരക്കിന്റെ ഇടയിൽ എനിക്ക് സത്യത്തിൽ അജയൻ എറണാകുളത്താണെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ച് ഏതൊക്കെയോ സ്റ്റേറ്റിലാതൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കണ്ടായിരുന്നത്. അപ്പൊ എറണാകുളത്തുള്ള ഒരാളാണെങ്കിൽ ഇവിടെ വരും ദിവസം നോക്കിയിരിക്കാം, എന്നിട്ട് പിന്നാലെ ഫോളോ അപ്പ് ചെയ്യാം. എറണാകുളത്ത് ഞാനൊരു ബേസ് ഉണ്ടെന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ഞാൻ സ്ഥിരമായിട്ട് എറണാകുളത്ത് ഉണ്ടാവാറില്ല. 8 ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എന്തായാലും എറണാകുളത്ത് കുടിയിരിപ്പുണ്ടാവില്ലല്ലോ. ബാംഗ്ലൂർ, ബോംബെ, ചെന്നൈ ആയിട്ട് എന്തായാലും കറങ്ങേണ്ടി വരും. പക്ഷെ എന്റെ സ്റ്റുഡിയോ ഇപ്പൊ എറണാകുളത്തുണ്ട്. എന്റെ ടീമും അവിടെ ഉണ്ട്. അപ്പൊ ഞാനില്ലാത്ത സമയത്ത് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ വന്നിട്ട് അതിനെ ഫൈനലാക്കും. അങ്ങനെയൊക്കെയാണ് നടക്കണേ. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തവണ അവാർഡ് കിട്ടിയതിന് ശേഷം എനിക്ക് ആരെയും ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു കുറച്ച്. ഇത്തവണ അങ്ങനെ കുറച്ച് പണിത്തിരക്കായതുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി വീട്ടിലേക്ക് വന്നു. ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ പോവാ. കാരണം അച്ഛനമ്മയും കാണാൻ വേണ്ടി വന്നു. തൃശ്ശൂർ വന്ന് അടാട്ട് അപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഇനി ഇന്റർവ്യൂ ഇതിന് ഉണ്ടാവാൻ തന്നെ സാധ്യതയില്ല എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പണിക്ക് കയറാണ് തിരിച്ച്. അപ്പൊ ഓക്കെ, ഒരിക്കൽ കൂടി സന്തോഷം. താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മള് ഒരു 2 മണിക്കൂറോളം സംസാരിച്ചു. അതായത് ജമിൻചേട്ടനെ ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ എത്രയോ കാലത്തിന് ശേഷം, വളരെ ഒരുപാട് വർഷം. കോളേജ് വിട്ട് എനിക്ക് തോന്നുന്നു ഈ കൊമാലയിൽ നിന്ന് രാവണിയിലേക്ക് അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. അതെനിക്ക് എന്റെ അറിവ് നമ്മള് പലരിൽ നിന്ന് അറിയാൻ പറ്റില്ല. ലെനിൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പിന്നെ റനീഷിനെ കാണുമ്പോ പറയാറുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പാഷയില് ലെനിൻ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിരുന്നു. അതിനപ്പുറം നമ്മള് ഫോണിലൂടെ പോലും കണക്ട് ചെയ്യും. ഞാൻ വിളിക്കാന്ന് വിചാരിക്കും, അപ്പൊ തിരക്കിലാവുന്ന വിചാരിക്കും, പിന്നെ വിടും, പിന്നെ അങ്ങനെ ബന്ധങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഉള്ളൊരു ഗുണം എനിക്ക് തോന്നുന്നു, എനിക്ക് മാത്രമല്ല നമ്മൾ കേരള ഓർമ്മക്കാർക്ക് എല്ലാവർക്കും ആ ഒരു ഗുണമുണ്ട്. നമ്മളിപ്പോ ഡയറക്റ്റ് എല്ലാ ദിവസവും വിളിച്ചില്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അറിയും, കണക്റ്റഡും ആണ്. എല്ലാ തരത്തിലും എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും ഇന്നലെ കണ്ട പോലെ നമ്മൾ തുടരാൻ പറ്റും. അതുണ്ട്, അത് സത്യമാണ്. അത് ഇപ്പൊ എനിക്ക് നമ്മുടെ സമയത്തുണ്ടായിരുന്ന ഏത് സാക്കളായാലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇന്ന്
സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ പ്രദീപേട്ടനെ കണ്ടു. അവിചാരിതമായിട്ട് കണ്ടതാ. എൻ്റെ വൈഫ് ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് പാറു, മോഡൽ വോയിസിൽ. അവളിപ്പോൾ 2 മാസത്തെ ഗസ്റ്റ് ആയിട്ട് കയറിയിട്ടില്ല. പക്ഷെ അവിടെ അവള് ലഡു കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ലഡു കൊണ്ടു കൊടുത്തപ്പോൾ ഒരു മാഷ് ചോദിച്ചു ഭർത്താവിന്റെ പേര് അജയനാ. എന്നിട്ട് എന്നെ പാറു വിളിച്ച് പറഞ്ഞു നിന്റെ സീനിയർ പ്രദീപ് മാഷ് ഇവിടെ ഉണ്ട്. ഞാൻ പ്രദീപ് മാഷോ കണ്ണ് കാണാൻ ഞാനിപ്പോ ഇന്ന് അതുകൊണ്ട് ആളെ പോയി കണ്ടിട്ട് വരികയാണ്. അപ്പോ അത് നമുക്ക് അങ്ങനെയാ. നമ്മുടെ പഴയ നാടക സുഹൃത്തുക്കളായാലും നമ്മുടെ സഹാക്കളായാലും കേരളോർമ്മക്കാരായാലും നമുക്ക് അതിപ്പോ അതുപോലെ തന്നെ എഫ് ടി ഐക്കാര് പിന്നെ ഞാൻ പിന്നെയും ഇപ്പം ഒരേ ഫീൽഡിലായതുകൊണ്ട് കാണാം ഇടയ്ക്കൊക്കെ. എന്റെ ജോലി ഇതായതുകൊണ്ട് ഫോൺ എപ്പോഴും സൈലന്റ് ആയിരിക്കുമല്ലോ, നമുക്ക് ഫോൺ എടുക്കാൻ പലപ്പോഴും പറ്റില്ല. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പലരും ആയിട്ടുള്ള കോണ്ടാക്ട് അങ്ങനെ ഡെയിലി ഒന്നും ചെയ്തു പോകാനൊന്നും പറ്റാറില്ല. അത് നമ്മുടെ ഈ പ്രൊഫഷന്റെ ഒരു കേസാണ്. പിന്നെ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലാവും നമ്മുടെ കാരണം എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട്.